ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം. എല്ലാവരും ചൊല്ലണം. ആ സ്വലാത്ത് ഇന്നലെ പഠിച്ചതല്ലേ? സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം. ചൊല്ലിയ സ്വല്ലി യാ റബ്ബന. പിന്നെന്താ പറഞ്ഞു? നർജു റുഇയതഹു. കുണ്ടൂർ ഉസ്താദ് വലിയ സൂഫി വര്യനാണ്. അവര് വഫാത്താകുന്നതിന്റെ 2 മാസം മുമ്പ് വരെ കുണ്ടൂർ സ്ഥാപനത്തിന് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. കുണ്ടൂർ ശൈഖുന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉസ്താദാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ എക്കണോമിക്കൽ കാര്യങ്ങൾ മുതൽ കുട്ടികളെ അഡ്മിഷൻ, അവിടുത്തെ സ്ഥാപനത്തിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത് മുതൽ, അതുപോലെ അവിടെ പ്രഭാഷണത്തിന് ആരൊക്കെ വിളിക്കണം അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? കുണ്ടൂർ ഉസ്താദായിരുന്നു. വഫാത്തിന്റെ 2 മാസം മുമ്പ് കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഇന്ന ഡേറ്റ്, ആ ഡേറ്റ് മുതലാണ് ഈ കമ്മിറ്റിയുടെ പ്രാബല്യം ഉണ്ടാവുക. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുണ്ടൂർ ഉസ്താദ് വഫാത്തായതിന്റെ പിറ്റേ ഡേറ്റാണ്. അത് അന്നാർക്കും മനസ്സിലായില്ല. കണ്ടോ? അപ്പൊ കുണ്ടൂർ ഉസ്താദ് ആകാൻ പോകുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഷെയ്ഖുന കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അവരാണ് പറയുന്നത് എന്ത്? നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ وهناك صل سلم عليه فداك صل سلم عليه فداك صل يا ربنا سلمنا على طه ياسين صل يا ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് ഹമീം. ഏതോ ഒരാൾ ഹാമീം എന്ന് പറഞ്ഞു. അത് അക്ഷരം ചെറിയ തെറ്റുണ്ട്. ഹ എന്നല്ല ഹ. കേൾക്കാൻ തന്നെ എന്തൊരു സുഖമുണ്ടല്ലേ. അതാണ് അത് അക്ഷരം. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നല്ല, മുഹമ്മദ്. ബാങ്ക് വിളിക്കുന്ന ആൾ എങ്ങനെ കൊടുക്കണം? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ മുഹമ്മദ് അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയുള്ളത് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة صدق الله العلي العظيم. هذا القرآن آيتان ഒരു സൂറത്തിന്റെ ലാസ്റ്റ് ആയത്താണ്. ഏത് സൂറത്തിന്റെ ലാസ്റ്റ് ആയത്താണത്? അൽ ഫത്ഹ് അല്ലേ?
അൽ ഫത്ഹ്, അല്ലാഹു തആല അയാൾക്ക് എല്ലാ നിലക്കുള്ള ഫത്ഹും നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ, തുറവടിപ്പാട് നൽകണേ അല്ലാ. സൂറത്തുൽ ഫത്ഹ് എപ്പോഴെങ്കിലൊക്കെ ഓതുന്നവർക്ക് മാത്രമേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയാൾ എല്ലാ ദിവസവും ഓതുന്ന ആളാണെന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു നമുക്ക് അയാൾക്കും ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാ. മരിക്കുന്ന എല്ലാ ദിവസവും ഓതല്ല, ഇടയ്ക്ക് ഓതും ഇൻഷാ അല്ലാ. എല്ലാ ദിവസവും ഓതാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനപ്പം ഞാൻ ഈ ആയത്ത് ഓതിയത് അറിയങ്ങൾ? അവിടെ മുഹമ്മദ് അല്ലേ, ഹമീം എന്നത് ഖുർആന്റെ ആയത്തല്ലേ. ഹമീം ഹമീം അവിടെ ശബ്ദില്ല, മീമിന് ശബ്ദില്ല, അവിടെ ഇല്ല. ഉള്ള വേറെ സ്ഥലമുണ്ട്, അതെവിടെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം, അവിടെ മീമിന് ശബ്ദമുണ്ട്. പിന്നെ എവിടെ ഇല്ലാത്ത ഹാമീം, അവിടെ ശബ്ദില്ല. അപ്പൊ നമ്മൾ ഹാമീം മുത്ത് മാണിക്യമാണ്, വഹാമീം മുത്ത് മാണിക്യമാണ്, വഹാമീം നർജു റുഇയതഹു. റുഇയത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? കാണുക. എന്താ ദർസിൽ ഓതി പഠിച്ചതിന്റെ മെച്ചാണ് അല്ലേ? അള്ളാഹു ആ ഇൽമൊക്കെ നല്ല ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹ് ആരെ കാണണം? നർജു ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നവരാണ്, റുഇയതഹു കാണാൻ പ്രതീക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. റുഇയതഹു, ഹു എന്നുള്ളത് പ്രോനൗണാണ്, ദമീർ എന്ന് പറയും. അറബി ഗ്രാമറിൽ ദമീർ എന്ന് പറയാം. അവരെ കാണണം. ആരെ കാണണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. ഹാഹുനായി ദുനിയാവിലും വഹുനാക്ക നാളെ ആഖിറത്തിലും കാണണം. അത് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, നർജു റുഇയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വഹ യാസീൻ, സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹാമീം, മുത്ത് മാണിക്യമാണ് വഹാമീം. طوبى لمن بنى قبة المدينة قد أقاما، طوبى لمن بنى قبة المدينة قد أقاما، صلي يا ربنا وسلاما، صلي يا ربنا വസലാമ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും മൗത്താകണം, അത് മദീനയിലാക്കി തരണേ അല്ലാഹ്. മദീനയിലുണ്ട് ഖബർ, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ഖബർ മദീനയിലാണ്. തുബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന, മദീനയിലെ ഖുബ്ബ നിർമ്മിച്ചവർക്കാണ് ആശംസകൾ മുഴുവനും. അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ശരീഫിന്റെ മുകളിൽ, സിദ്ദീഖ് തങ്ങളെ ഖബർ ശരീഫിന്റെ മുകളിൽ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഖബർ ശരീഫിന്റെ മുകളിൽ ഖുബ്ബയുണ്ട്. അതുണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുണ്ടാക്കിയതാ. അല്ലാഹു ആ
മൂന്ന് മഹാന്മാരന്തിയുറങ്ങുന്ന മദീനയിൽ അൽ ബഖീ വൽ ഗർഖദ് എന്ന് പറയുന്ന ഒരു ഖബർസ്ഥാനുണ്ട്. അവിടെ എത്ര സ്വഹാബത്തിന്റെ ഖബറുണ്ടെന്ന് അറിയോ? എത്ര സ്വഹാബത്തിന്റെ ഖബറുണ്ട്? ആർക്കും പറയാം, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എല്ലാവർക്കും പഠിക്കൽ, ഓരോരുത്തർക്ക് പഠിക്കൽ ഫർള് ഐനായ നിർബന്ധമായൊരു മസ്അലയാണോ? അല്ല, അറിഞ്ഞാൽ നല്ലതാണ്. മദീനത്ത് ജന്നത്തുൽ ബഖീഇൽ അൽ ബഖീഉൽ ഗർഖദിൽ എത്ര സ്വഹാബികളെ ഖബറുണ്ട്? 10,000 സ്വഹാബത്തിന്റെ ഖബറുണ്ട്. എത്ര? 10,000. 10,000 എന്ന് പറയും നമ്മളവിടെ. എന്നാ വേഗം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. 10,000 സ്വഹാബത്തിന്റെ ഖബറുണ്ട്. 1,00,000 താബിഈങ്ങളെ ഖബറുണ്ട്. അല്ലാഹു ആ ഖബർസ്ഥാനിലൊന്ന് അന്തി ഉറങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ ഖുർആനിൽ ആയത്ത് ഓതുകയാണ്. അതേതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله صدق الله عز وجل. ജല്ല ജലാലുഹു, അയാൾ ചൊല്ലല്ലേ? ജല്ല ജലാലുഹു അത് മുഅ്മിനീങ്ങൾ ചൊല്ലി പഠിപ്പിച്ചതാണ്. നമ്മളെ വാപ്പമാര് നമ്മളെ ഉമ്മമാര് ചൊല്ലി പഠിപ്പിച്ചതാണ്. അല്ലാഹു കബൂലാക്കണേ അല്ലാഹ്. ആ ഒറ്റ വാക്കിനെ പറ്റി ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹിന്റെ ആയത്താണ്, ഖുർആന്റെ ആയത്താണ്. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാണ്. പെണ്ണുങ്ങളുടെ മേലിലുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങളെ മേലിലുള്ള ഉത്തരവാദിത്തം ആണുങ്ങൾക്കാണ്. അവ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലേ? ഇല്ല. പെണ്ണുങ്ങൾക്ക് ബാധ്യതകൾ അല്ലാഹു തആല നൽകിയിട്ടില്ല. സ്ത്രീകളുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടില്ല. ഇതിന് ആരുടെ മേലാണ് നൽകിയത്? ആണുങ്ങളുടെ മേലാണ്. ഭാര്യയെ പരിചരിക്കേണ്ടത് ആരാണ്? സ്വന്തം വീടർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവിന്റെ മേലിൽ ഫർളാണ്. ഭർത്താവിനിക്ക് ഭക്ഷണം കൊടുക്കലും ഭർത്താവിന് വേണ്ടി ജോലിക്ക് പോകലും സാധാരണഗതിയിൽ ഒരു വീടർക്ക് ഒരു ഭാര്യയ്ക്ക് ഫർളുണ്ടോ? ഇല്ല. അതാണ് പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ സ്ഥാനമാണത്. ആണുങ്ങളെ മോശാക്കിയതല്ല, ആണുങ്ങൾക്കാണ് അത്തരം ഉത്തരവാദിത്തങ്ങൾ. വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ആരുടെ തലയിലാണ് വെച്ചു കൊടുത്തത്? ആണുങ്ങളെ തലയിൽ, അല്ലേ? ആണുങ്ങളെ തലയിലാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ. ഇനിയിപ്പോ ഒരു ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു പുരുഷൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാൾക്ക് മക്കളുണ്ട്. നിങ്ങൾ നോക്കി, അള്ളാന്റെ റസൂലിന്റെ വിഷയം തന്നെ ചിന്തിക്കുക. അള്ളാന്റെ റസൂലിന്റെ ബാപ്പ വഫാത്തായി. എപ്പോഴാ വഫാത്തായത്? റസൂലുള്ളാഹിനെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ. ആമിന ബീവി റസൂലുള്ളാഹിനെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബാപ്പ വഫാത്തായി. റസൂലുള്ളാഹിനെ ആരാ സംരക്ഷിച്ചത്? ചെലവ് ആരാ കൊടുത്തത്? ചെലവില്ല, ജീവിക്കാൻ ക്യാഷ് വേണ്ടേ? ക്യാഷ് വേണം. ആരുടെ മേലിലാണ് ചെലവ്? യതീമായ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ആരാണ്? നോക്ക്, അള്ളാന്റെ റസൂലിന്റെ ബാപ്പ വഫാത്തായപ്പോ റസൂലുള്ളാഹിനെ സംരക്ഷിച്ചത് ആരാണ്? ദി ഗാർഡിയൻ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂ ഈസ് ദ ഗാർഡിയൻ? ആരാണ് രക്ഷിതാവായത്? അതാണ് എന്റെ ചോദ്യം. ആരാ രക്ഷിതാവായത്? റസൂലുള്ളാഹിന്റെ ബാപ്പ വഫാത്തായപ്പോ ക്യാഷ് ചെലവാക്കിയത് ആരാ? ഉത്തരവാദിത്തം ആരെ തലയിലാ വന്നത്? ഗ്രാൻഡ് ഫാദറിന്റെ തലയിലാ വന്നത്. വാപ്പാന്റെ തലയിലാണ്. റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പ. ഇസ്ലാമിക വിധി അങ്ങനെയാണ്. ഇസ്ലാമിക വിധി പ്രകാരം അങ്ങനെയാണ്. ഇനിയിപ്പോ ഉമ്മാന്റെ വാപ്പ സംരക്ഷിച്ചാൽ അയാൾക്ക് കൂലി കിട്ടുമെന്ന് സംശയമൊന്നുമില്ല. പക്ഷെ അയാളെ മേലല്ല ഫർളുള്ളത്. ഈ യതീമായ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഫർളുള്ളത് ആരുടെ പേരിലാണ്? അത് ആ കുട്ടികൾ വരെ പറഞ്ഞു. ആരുടെ പേരിലാ മോനെ? ശരിയാണ്, പറയ്.
ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ വാപ്പല്ല, വാപ്പാന്റെ പേരിലാണ് അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചതാരാണ്? ആരാ ഗ്രാൻഡ് ഫാദറെ പേരെന്താ? റസൂലുള്ളാഹിന്റെ വാപ്പയുടെ പേരെന്താ? വാപ്പേ പേരെന്താ? അബ്ദുൽ മുത്തലിബാണ്. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ഉപ്പാപ്പയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? അവരെ പേരിലാണ് ഇസ്ലാമിക വിധി പ്രകാരം നിർബന്ധമുള്ളത്, അല്ലേ? ആ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ്. റസൂലുള്ളാഹിനെ, അതിന്റെ അർത്ഥം ഉമ്മ സംരക്ഷിച്ചിട്ടില്ല എന്നല്ല. പെറ്റ ഉമ്മയുടെ അടുക്കൽ വളരെ കുറഞ്ഞ കാലമാണ് അള്ളാന്റെ റസൂല് ജീവിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതം ഒരുപാട് പഠിക്കാനുണ്ട്. പ്രസവിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹ് വേറൊരു നാട്ടിൽ പോയി ജീവിക്കുകയാണ്. ചെറിയ കുട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ജീവിച്ചത്? നിങ്ങൾക്ക് മക്കത്താണോ? അല്ല, റസൂലുള്ളാഹിനെ പെറ്റ നാട് മക്കയാണ്. അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എങ്ങനെ? ചെറിയ കുട്ടികളെ മുലപ്പാൽ കൂട്ടാൻ വേണ്ടിയിട്ട്, മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കും. മക്കയിൽ നിന്ന് 200 കിലോമീറ്റർ തെക്ക് കിഴക്കുള്ള സ്ഥലത്തിന്റെ പേരാണ് ത്വായിഫ്. എത്ര കിലോമീറ്റർ? 200 കിലോമീറ്റർ ഉണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ പലരും ത്വായിഫിൽ പോയവരുണ്ടാകും. എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങൾ പലരും ത്വായിഫിൽ പോയിട്ടുണ്ടാകാം. ഉംറയ്ക്ക് പോയപ്പോ, ഹജ്ജിന് പോയപ്പോ. അതെ, ത്വായിഫിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെയും ഒരുപാട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഒരു ഗ്രാമമാണ്. ഏത് എന്നറിയോ? ടൗണല്ല, ബനൂ സഅദ് എന്ന് പറയുന്ന ഗോത്രക്കാര് താമസിക്കുന്ന സ്ഥലം, ബനൂ സഅദ് എന്ന് പറയുന്ന തറവാട്ടുകാര് താമസിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരും എന്താണ്? ബനൂ സഅദാണ്. അവിടെ താമസിക്കുന്നത് ആരാണ്? ബനൂ സഅദ് ഗോത്രക്കാരാണ്. ആ നാടിന്റെ പേരും അങ്ങനെയാണ്. സുഹൃത്തുക്കളെ, അന്നത്തെ പതിവ് അങ്ങനെയാ. എങ്ങനെ? ഗ്രാമത്തിലുള്ള ഏതോ ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കലാണ്. അങ്ങനെ അല്ലാഹു തആല റസൂലുള്ളാഹിനെ പോറ്റാൻ വേണ്ടി, റസൂലുള്ളാഹിക്ക് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി ദീർഘമായ കാലം അല്ല കണക്കാക്കിയ ഒരു ഉമ്മയുണ്ട്. അത് പെറ്റ ഉമ്മ അല്ല. അതിന്റെ അർത്ഥം പെറ്റ ഉമ്മ മുല കൊടുക്കരുത് എന്നല്ല. എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇസ്ലാമിന്റെ വിധിയാണ് പറയണത്. നമ്മളെ മക്കൾക്ക്, ബാപ്പമാരോട് ഞാൻ പറയാണ്, നമ്മളെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കേണ്ടതാരാണ്? ഈ കുഞ്ഞിന്റെ ഉമ്മയാണ്. കുഞ്ഞിന്റെ ഉമ്മക്ക് മുലപ്പാൽ കൊടുക്കൽ ഫർളുണ്ടോ? ഉണ്ടോ? നമുക്ക് 5 നേരം നിസ്കരിക്കൽ ഫർളാണ്. 5 നേരം നിസ്കരിക്കൽ നിർബന്ധം. അത് എന്റെ മേലിൽ നിർബന്ധമാണ്. ഞാൻ രാവിലെ സുബൈ ബാങ്ക് കൊടുക്കുമ്പോ എനിക്ക് ഹയാത്തോടുകൂടി ഞാനുണ്ടെങ്കിൽ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പടച്ചറബ് നമ്മളെ ശിക്ഷിക്കും. അല്ലാഹുവേ, കാത്തു രക്ഷിക്കണേ അല്ലാ. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാനുള്ള ചെലവ്, അതിന്റെ കേസ്, അതാരാ ചെലവാക്കേണ്ടത്? അങ്ങനെ ആവശ്യം വന്നാൽ ആരാ ചെലവാക്കേണ്ടത്? കുഞ്ഞിന്റെ ബാപ്പയാണ് ചെലവാക്കേണ്ടത്. ഒരു പെണ്ണ് ചോദിക്കുകയാണ്, ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ ചോദിക്കുകയാണ് ഭർത്താവിനോട്, പുരുഷനോട് പറയാ, പിന്നെ ഞാനിങ്ങനെ മുലപ്പാല് കൊടുക്കുക നിങ്ങളെ കുട്ടിക്ക്. കുട്ടി നമ്മളത് തന്നെയാണ്, നമുക്ക് 2 ആൾക്കും കൂടിയാ കുട്ടിയുള്ളത്. പക്ഷേ നിങ്ങൾ എനിക്ക് കൂലി തരണമെന്നൊരു ഭർത്താവിനോട് ചോദിച്ചാൽ കൊടുക്കല് ഫർദാണ് കേട്ടോ. അന്തറോത്തിലുള്ള ഉമ്മമാരും അങ്ങനെ ചോദിക്കൂല. അത് വേറെ കാര്യം. ഉമ്മാനോട് സ്നേഹമുള്ള ഒരൊറ്റ, കുട്ടിയോട് സ്നേഹമുള്ള ഒരൊറ്റ ഉമ്മയും അത് ചോദിക്കൂല. മസാല പറയുമ്പോ ചോദിച്ചാ കൊടുക്കൽ നിർബന്ധമാണ്. അത്രയും വലിയ ബഹുമാനമാണ് പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ഒരു കഥ കേട്ടിട്ടില്ലേ? 2 പെണ്ണുങ്ങൾ തമ്മിൽ കച്ചറായത്. ജഗട ദോ ഔറത്ത് ബഹുത് ജ്യാദാ ജഗട മേ ഹോ ഗയാ. ഭയങ്കര കച്ചറയിലായി 2 പെണ്ണുങ്ങൾ. എന്താ കച്ചറ? ഇത് എന്റെ കുട്ടിയാണ്, അല്ല എന്റെ കുട്ടിയാണ്, അല്ല എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ പറ്റി 2 പെണ്ണുങ്ങൾ തമ്മിൽ കച്ചറ. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും പറഞ്ഞു തരേണ്ട ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാ പറഞ്ഞു തരേണ്ട ആള്? മുഹമ്മദ് മുസ്തഫ. എല്ലാരും കേൾക്കൂലല്ലോ. കേൾക്കാനും പഠിക്കാത്ത തന്നെ പറഞ്ഞത് തന്നെ ചിലപ്പോ പിന്നെയും പറയണല്ലോ. റസൂലുള്ള പറഞ്ഞത് തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത്.
ഇന്നലെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിന് എക്കൊല്ലം പറയാനുള്ളത്, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പ്രശ്നമായി. ഒരു കുട്ടിയെ പറ്റി ഭയങ്കര പ്രശ്നം. അങ്ങനെ എന്തായി, അങ്ങനെ ഇന്റെ കുട്ടിയാണ് ഭയങ്കര ചക പോകാം. അങ്ങനെ എന്തായി, അടിപെട്ട് കൊത്തിപ്പിടിത്താരോ അണൈത്താലിയും മലൈ ആറുത്താരോ. പിടിപെട്ട് സിന്നും കടിത്താരോ. സിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല്. അതിന് അറബിയിൽ സിന്ന് എന്ന് പറയാം. പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ഈ ദേഷ്യം പിടിച്ചാൽ പല്ല് പല്ല് കുടിച്ചിട്ടാ, പല്ല് കടിച്ചിട്ട് പറയാണ് പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ച ചട്ടയും കീറ പെടുത്താരോ. അങ്ങനെ രണ്ടാൾ കൂടി നിലത്ത് വീണ് പിന്നെ മേലക്കും മേലെ അങ്ങനെ ഒരു ജാതി ആകെ അങ്ങോട്ട് തവള മറ്റേ തവളന്റെ മുകളിൽ കിടക്കണം മാതിരി. അങ്ങനെ എന്തായി, പിടിപെട്ട് പിന്നും കിടപ്പി അടിപെട്ട് പിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറ പെടുത്താരോ. കടുകപ്പൂത പോടെ കെട്ടി മറിണ്ടിട്ടും കരിശത്തിൽ കാശീനിൽ കൂടെ വീളുന്തിട്ടും ഇടരിപ്പിളിന്ത് ഇടരിപ്പിടിന്തവൾ പിന്നും ഏളുന്തിട്ടും ഇരുപേരുമൊട്ടു മയങ്ങി നിലന്തിട്ടും വിണ്ടാളെ കടം കൊണ്ടോളിൽ. രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ കച്ചറുണ്ടായത്, പ്രശ്നം ഉണ്ടായത് വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തായി, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലാണ് ഈ വിഷയം എത്തിയത്. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു തീർപ്പ് കൽപ്പിച്ചു. കുട്ടി ഇന്ന പെണ്ണിനിക്കുള്ളതാണ്, മറ്റേ പെണ്ണിനിക്കുള്ളതല്ല. അപ്പൊ എന്തായി, മറ്റേ പെണ്ണ് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവസാനം സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയുടെ മോനാണ് ആര്? ആര്? പഠിച്ചു വെച്ചോളി, ദാവൂദ് നബിയുടെ മോനാണ് ആര്? സുലൈമാൻ അലൈഹിസ്സലാം. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോദിത്തിരുസവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോദിത്തിരുസവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ. അരുവികൾ പോലും വറ്റിവരണ്ടൊരു യമനിലെ സബഈ ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെണ്ടരി മണലിൻ മധ്യത്തിൽ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട്. എട്ടെട്ടിലും തട്ടിലും കൊട്ടയും കുറസുണ്ട്. മണിമാണിക്യ കട്ടില് നാല തട്ടിലിരിപ്പുണ്ട്. ചിന്നും മിൻസും. സുലൈമാൻ നബി പറയാണ്, ബാപ്പാനോട് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ സമ്മതല്ലേ, ഞാനൊരു തീരുമാനം പറഞ്ഞോളാം. ബാപ്പ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ സ്വീകരിക്കണില്ല. എന്താ അറിയോ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറയാൻ, ഈ കുട്ടിയെ ഈർച്ചവാള് കൊണ്ട് നടുമുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് 2 പീസാക്കണം. ഒരു പീസ് ആ പെണ്ണെടുക്കട്ടെ, മറ്റേ പീസ് ഈ പെണ്ണെടുക്കട്ടെ. ആ പെണ്ണിന് ഒരു പീസ്, ഈ പെണ്ണിന് ഒരു പീസ്. മനസ്സിലായോ? അപ്പോ യഥാർത്ഥ കുട്ടിനെ പെറ്റ ഉമ്മയല്ലാത്ത മറ്റേ പെണ്ണിന് മുഖത്ത് സങ്കടം ഇല്ല, ഒരു പ്രശ്നവുമില്ല. കുഞ്ഞിനെ നൊന്ത് പെറ്റ, കുഞ്ഞിനെ വളരെ കഷ്ടപ്പെട്ട് പെറ്റ പെണ്ണില്ലേ, ആ പെണ്ണ് പറയാണ്, വേണ്ട സുലൈമാൻ നബിയെ, കത്തി കൊണ്ട് മുറിക്കണ്ട, എനിക്ക് കുഞ്ഞിനെ വേണ്ട. മറ്റേ പെണ്ണ് കൊണ്ട് വൈക്കോട്ടെ, എനിക്ക് കുഞ്ഞിനെ വേണ്ട. നിങ്ങൾ കത്തി കൊണ്ട് മുറിക്കരുത്, ഈർച്ചവാള് കൊണ്ട് മുറിക്കരുത്. ഇത് റസൂലുള്ള പറഞ്ഞതാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസിലുള്ളതാണ്. അപ്പ സുലൈമാൻ നബി പറഞ്ഞു, മോളെ, നിനക്കുള്ളതാണ് കുട്ടി, ഈർച്ചവാള് കൊണ്ട് മുറിക്കരുത് എന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെതാണ് ഈ കുട്ടി. എടി, നീ പോയി പണി നോക്കടി, നിന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, എന്തേ ഞാനിത് പറഞ്ഞത് എന്നറിയോ?
എന്തിനാ പറഞ്ഞത്? സ്വന്തം കുട്ടിയെ നൊന്ത് പെറ്റതിന് ഉമ്മക്ക് നല്ല വേദന ഉണ്ടാകും. അള്ളാന്റെ റസൂലിനെ പെറ്റ ഉമ്മ ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ഉമ്മയാണ്. പക്ഷേ അന്നത്തെ പതിവ് എന്താണെന്നറിയോ? അന്ന് മക്കാരെ പതിവ്, മക്ക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഒരു ഇന്റർനാഷണൽ സിറ്റിയാണ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തിരുന്നും ആൾക്കാരങ്ങോട്ട് പോകും. നമ്മൾ അന്തറോത്തിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്നൊക്കെ അക്കാലത്ത് 50 കൊല്ലം മുമ്പ്, 60 കൊല്ലം മുമ്പ്, 100 കൊല്ലം മുമ്പ് എത്ര പ്രയാസപ്പെട്ടാ പോയത്. അതേ അന്തറോത്തിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് പോയവര് ഹജ്ജിന് പോകുമ്പോ എന്താ പറയാ? മരിക്കാൻ പോവാണ്, ഇനി വരുമെന്ന് ഉറപ്പില്ല, വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. അതായത് അത്രയും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നും ആ ഹജ്ജിന് വേണ്ടി ആളുകൾ വരികയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അറബികളും ഉണ്ടാവും. പല ഇപ്പങ്ങൾ നോക്കുക, ദ്വീപുകാരാണല്ലോ, ദ്വീപുകാരെ ഭാഷ തന്നെ വേറെ പല കോലത്തിലാണ്. അന്തറോത്തുള്ള ആളിന്റെ ഭാഷയല്ല ആക്കത്തിക്കാരന്റെ ഭാഷ, ആക്കത്തിക്കാരന്റെ ഭാഷ അല്ല ഈ കത്തിക്കാരന്റെ ഭാഷ. ഓരോരുത്തർക്കും ഓരോ മോഡലാണ് അല്ലേ? എന്താറ്റികളെ ഭാഷ അങ്ങനെയെന്ന് ആന്ധ്രോത്തുകാരന് തോന്നും. ആന്ധ്രോത്തുകാരനെ പറ്റി കിളുത്താൻകാരന് എന്താറ്റികളെ ഭാഷ മനസ്സിലുണ്ടാവും. പക്ഷേ അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതുപോലെ അറബി തന്നെ പല കോലത്തിലാണ്. ദുബായി പോയ എന്താ പറയാ? ഷൂസ് മക്ക്. ഷൂസ് മക്ക് തന്നെ, ഷൂസ് എവിടെ നിന്നല്ല, നിന്റെ പേരെന്താണ് അതിന്റെ അർത്ഥം? ഷൂസ് മക്ക്. അതേ സംഗതി മക്കത്ത് പോയാൽ അവിടെ ഉള്ള അറബി എന്താ? ഏഷിസ് മക്ക് അല്ലേ? അങ്ങനെയല്ല പറയാ, അങ്ങനെയാ പറയാ. അത് ഇവിടെ ഏഷാണ്, അവിടെ ഷൂ ആണ്. അറബി തന്നെ പല കോലത്തിലാണ്. എന്നാൽ ശുദ്ധമായ, അപ്പൊ അതുകൊണ്ട് മക്കത്ത് ജീവിച്ചാൽ ശുദ്ധമായ അറബി പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് ശുദ്ധമായ അറബി നമ്മുടെ മക്കൾ, എൻ്റെ മക്കൾ നല്ല ശുദ്ധമായ അറബി പഠിക്കണം എന്നുള്ള നിലക്ക്, ഗ്രാമീണ സംസ്കാരത്തിൽ വളരണം എന്നുള്ള നിലക്ക് മക്കത്തുള്ള ബാപ്പമാര്, പ്രത്യേകിച്ച് നല്ല 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 കുടുംബത്തിൽപ്പെട്ടവര് എന്ത് ചെയ്യും? ദൂരത്തുള്ള ഗ്രാമങ്ങളിലുള്ള പെണ്ണുങ്ങള് അടുത്തേക്ക് പറഞ്ഞേക്കും. മുലപ്പാല് പാല് ഉള്ളവരായ, മുലയില് പാലുള്ളവരായിരിക്കുന്ന ഉമ്മമാര് എൻ്റെ മക്കളെ പോറ്റട്ടെ, എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ എൻ്റെ മോളെ മുലപ്പാല് കൊടുക്കട്ടെ എന്നുള്ളതാക്കി. ലക്ഷദ്വീപിലുള്ള മാതിരിയല്ല. ലക്ഷദ്വീപിൽ പഴയ കാലത്ത് സ്വന്തം പെറ്റ ഉമ്മ അല്ലാത്ത വേറെ ഉമ്മ മുല കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഭാഷന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. അതെന്താ? എൻ്റെ ഉമ്മ പറയും, എന്നോട് പറയും, മോനെ നിനക്ക് മുല തന്നിട്ടുണ്ട് മുലപ്പാലാല് എൻ്റെ മൂത്തോള്. എന്താ കാരണം? എൻ്റെ മൂത്തോള് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ മൂത്തോള്. അല്ലാഹ് രണ്ടാളും ജീവിച്ചിരിക്കുന്നുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് ബദിരീങ്ങളെ കൊണ്ട്, ഹലീമ ബീവിയെ കൊണ്ട് നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്കും ബാപ്പമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ എൻ്റെ ഉമ്മ പറയാ, ബ്രസ്റ്റില് ഭയങ്കര മുറിയായിരുന്നു, ഞാൻ മൂത്ത കുട്ടിയാ. അപ്പൊ എന്താവും? ബ്രസ്റ്റിൽ ഉമ്മാന്റെ മുലയിൽ പാലില്ലാതാവുമ്പോ നല്ല സ്ട്രോങ്ങിൽ കടിക്കും. അങ്ങനെ കടിച്ചോണ്ട് മാത്രം മുറിയായതല്ല, ആകെ മുറിയായി, പാലില്ലാതായി. അപ്പൊ എന്തായി? അതേ സമയത്ത് എൻ്റെ ഉമ്മാന്റെ മൂത്തോൾ, അവരും കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ പേര് മുഹമ്മദ് അലിയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ മൂത്തോള സ്തനത്തില് എന്തുണ്ട്? പാലുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് എന്നാ പറയണത്. അങ്ങനെയാണ് ലക്ഷദ്വീപിലും പഴയ കാലത്ത് ഉണ്ടായത്. സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂലിനെ കൂടുതൽ കാലം 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുത്ത ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മുലകൂട്ടിയ ഉമ്മാന്റെ പേരാണ് ബീവി ഹലീമ. 2 വയസ്സായപ്പോ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾക്ക് 2 വയസ്സായപ്പോ, എവിടെയാ? മക്കത്താണോ? അല്ല. എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 200 കിലോമീറ്റർ ത്വായിഫിലേക്ക് ദൂരമുണ്ട്. അവിടുന്ന് സുമാർ ഒരു 60 കിലോമീറ്റർ, പിന്നെ സുമാർ പറയാൻ ഒരു 50, 70, 60 കിലോമീറ്റർ ദൂരമുണ്ട് ബനൂ സഅദിലേക്ക്. അവിടെയാണ് റസൂലുള്ള ജീവിക്കുന്നത്. 2 വയസ്സ് പൂർത്തിയാകുമ്പോ ഒരിക്കൽ പറഞ്ഞു വിട്ടതാണ്. ആടുകൾ ഒരുപാടുണ്ട് ഹലീമ ബീവിക്ക്, ഒരുപാട് ആടുകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് 100, 200, 300 ആടുകളുണ്ട്. ആ ആടിന്റെ പിന്നാലെ പോവാണ് ലംറത്തെന്ന് പറയുന്ന കുട്ടി. ഹലീമ ബീവി പെറ്റ കുട്ടിയാണ്. ഹലീമ ബീവി പെറ്റ കുട്ടി ആണ് ലംറ. ഹലീമ ബീവി പെറ്റ ഒരു പെൺകുട്ടിന്റെ പേരാണ് ഷൈമാ. പഠിച്ചു വെച്ചോ, റസൂലുള്ളാന്റെ പെങ്ങളാണ്, മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളാണ് ബീവി ഷൈമാ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഈ ഹലീമ ബീവി പെറ്റ കുട്ടികളെ കൂടെ ഹലീമ ബീവിന്റെ പോറ്റുമോനായ മുഹമ്മദ് എന്ന പൊന്നുമോൻ അതാ മലയടിവാരത്തിലേക്ക് പോവുകയാണ്. ത്വായിഫിലേക്ക് നിങ്ങൾ പോയിട്ടില്ലേ? പോയാൽ കാണാം
തായിഫ് മുഴുവനും വലിയ വലിയ മലകളാണ്, മലനിരകളാണ്. ഒരു മല കഴിഞ്ഞാൽ വേറെ നില, ഒരു മല കഴിഞ്ഞാൽ വേറെ മല. ആകെ എല്ലാ സ്ഥലത്തും സബ് ജഗാമേ പഹാഡ്, എല്ലാ സ്ഥലത്തും മലകൾ തന്നെ അർത്ഥം. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. തായിഫിൽ പോയിട്ടില്ലേ? പോയവരൊന്ന് കൈവെക്കുവോ? പോയവർ കൈവെക്കുവോ? ആരും പോയിട്ടില്ലേ? പോയാലും പോയില്ലെങ്കിലും ഇനിയും പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഉണ്ടോ ഉണ്ടോ തായിഫിൽ പോയവര്? ഇല്ലാതിരിക്കൂലല്ലോ അല്ലേ? തായിഫിൽ പോയിട്ടില്ലേ? അള്ളാഹു ആയാലും ഇപ്പൊ എന്താ നിങ്ങൾ പോയിക്കണെന്നാ പറഞ്ഞത്, പോയിട്ടില്ല എന്നാ പറഞ്ഞത്, ഒന്നും മനസ്സിലാവില്ല. ആരും പോയിട്ടില്ലേ? അബ്ദു ഹാജി പോയിട്ടില്ലേ? അല്ല, ഹാജി ആകണമെന്നില്ല, ഉംറക്ക് പോയാലും ത്വായിഫിൽ പോകും. അല്ലാഹു നമ്മക്കൊക്കെ മഖബൂലായ മബ്റൂറായ ഹജ്ജിന് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഉംറക്കും പോകാൻ, അങ്ങനെ മദീനത്ത് പോകാനും തൗഫീഖ് നൽകണേ അല്ലാ. 200 കിലോമീറ്റർ കിഴക്ക് തെക്കിലേക്ക് പോകണം. മക്കയിൽ നിന്ന് കിഴക്ക് തെക്കാണ് അല്ലേ? സൗത്ത് ഈസ്റ്റ് സൈഡാണ് ഏത്? ത്വായിഫ്. ആ ത്വായിഫിന്ന് പിന്നെയും കുറെ ഉള്ളിലാണ് ബനൂ സഅദ്. 2 വയസ്സുള്ള സമയത്ത് ഹലീമ ബീവി പെറ്റ കുഞ്ഞുങ്ങളെ കൂടെ ഹലീമ ബീവിന്റെ പോറ്റുമോനായ മുഹമ്മദ് എന്ന പൊന്നുമോൻ ചെന്നപ്പോ നല്ല വെള്ള വസ്ത്രം ധരിച്ചവരായ കുറെ ആൾക്കാര് വന്നു. മുഹമ്മദ് എന്ന പൊന്നുമോനെ മലർത്തി കിടത്തുകയാണ്. മുഹമ്മദ് എന്ന 2 വയസ്സുള്ള കുട്ടിന്റെ നെഞ്ച് ഇങ്ങനെ കത്തി കൊണ്ട് കീറുകയാണ്. ആ നെഞ്ചിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കുകയാണ്. ഇത് മറ്റുള്ള കുട്ടികൾ കണ്ടപ്പോ ഹലീമ ബീവി പെറ്റ കുട്ടികൾ കണ്ടപ്പോ പേടിച്ചു പോയി. എന്നാ 2 വയസ്സുള്ള മുഹമ്മദ് എന്ന മോന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ കുട്ടിക്ക് പ്രശ്നമില്ല. ഇത് സാധാരണ കുട്ടിയല്ല, മുഹമ്മദ് എന്ന പൊന്നുമോൻ. ഒരു പ്രശ്നമില്ല. ആ മുഹമ്മദ് എന്ന പൊന്നുമോന് കാത്തിരിക്കും പോലെയാണ്. അതേ, ഈ ശുഭ്രവസ്ത്രധാരികളായ വെള്ളവസ്ത്രം ധരിച്ചവരായ ഈ ആൾക്കാർ അവരാരാണ്? അള്ളാന്റെ മലായിക്കത്താൻ. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട കുട്ടികൾ പേടിക്കൂലേ? പേടിക്കൂല. ഞാനിപ്പോ ഒരു കണ്ണടക്കെ വെച്ചിട്ട് ഭയങ്കര തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഔത്തിയ വന്നാൽ, നിങ്ങളെ പിരയിൽ വന്നാൽ ചെറിയ ആയിരിക്കണ കുട്ടി, അതാ ആയിരിക്കണ കുട്ടിക്ക് ഇപ്പോഴുള്ള ധൈര്യം എന്താണ്? കുട്ടിന്റെ വാപ്പ അപ്പുറത്തുണ്ട്, കുട്ടിന്റെ ഉമ്മ ഇപ്പുറത്തുണ്ട്. നേരെ മറിച്ച് ഒറ്റക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന എന്നെ കണ്ട കുട്ടികൾ പേടിക്കൂലേ? പേടിക്കൂലേ? സാധാരണ കുട്ടികൾ പേടിക്കും. പക്ഷെ ഇത് സാധാരണ ഒരു കുട്ടിയല്ല. മുഹമ്മദ് എന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ അസാധാരണ കുട്ടിയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോ ഓടിപ്പോയി. ഹലീമ ബീവിന്റെ സ്വന്തം മക്കള്, പെറ്റ മക്കൾ ഓടിപ്പോയിട്ട് ഉമ്മ നമ്മളെ മുഹമ്മദ് എന്ന കുട്ടിയെ, നമ്മളെ മോൻ മുഹമ്മദിന് ആൾക്കാര് വന്ന് നെഞ്ചു കീറി, ആകെ പ്രശ്നമായി. മുഹമ്മദ് മരിച്ചുപോയി. മരിച്ചു എന്നാ വിചാരിച്ചത്, മുഹമ്മദ് മൗത്തായി എന്നാ വിചാരിച്ചത്. ഓടി വന്നു ബീവി ഹലീമ, എന്റെ മോനെന്തേ സംഭവിച്ചത്? ഓടി വന്ന് നോക്കുമ്പോ മുഹമ്മദ് എന്ന മോൻ ഒരു പ്രശ്നമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് റാഹത്തായി, നല്ല റാഹത്തുള്ള മുഖത്തോടുകൂടി പുഞ്ചിരിച്ചു നിൽക്കുകയാണ്. മോനെ എന്തേ പറ്റി? ഒന്നും പറ്റിയിട്ടില്ലമ്മ. പിന്നെ ആരാ വന്നത്? അത് 2 ആൾക്കാർ വന്ന്, അവരെന്നോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഒരു 3-4 ആൾക്കാർ വന്നു, അവര് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, അവര് പോയി. അതാരാ ആള്? അത് ഏതോ നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ റസൂലുള്ള 2 വയസ്സുള്ള കുട്ടിക്കറിയാം. ആർക്കറിയൂല? ഹലീമ ബീവിക്കറിയൂല. അങ്ങനെ എന്ത് ചെയ്തു? ഹലീമ ബീവി വീണ്ടും മക്കത്ത് പോയിട്ട് കുട്ടിനെ കൊടുന്നാക്കാൻ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കുറച്ചുകൂടി അവിടെ നിന്നോട്ടെ. അങ്ങനെ എത്ര കാലം? 4 വയസ്സ് വരെ ഹലീമ ബീവിയാണ് പോറ്റി വളർത്തിയത്. 2 വയസ്സ് വരെ മുലപ്പാല് കൊടുത്തു. 4 വയസ്സ് വരെ പോറ്റി വളർത്തി. മക്കയിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരമുള്ള ബനൂ സഅദ് എന്ന് പറയുന്ന ഗ്രാമത്തില് അള്ളാന്റെ റസൂല് വളരുകയാണ്. 4 വയസ്സായപ്പോ പിന്നെ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ ഹലീമ ബീവി ആകെ പേടിച്ചു. ഇനി എന്റെ മോൻ മുഹമ്മദിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആകെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ നിൽക്കണ്ട മോനെ, നിങ്ങളെ ഞാൻ കൊണ്ടുപോയാക്കാം. അങ്ങനെ ഹലീമ ബീവിയും പരിവാരങ്ങളും കൂടി മക്കത്തേക്ക് യാത്ര ചെയ്ത് അള്ളാന്റെ റസൂലാകുന്ന 4 വയസ്സുകാരനെ
ഉമ്മാനെ കൊള്ള ഏൽപ്പിക്കുകയാണ്. പെറ്റ ഉമ്മാനെ കൊള്ള ആമിന ബീവിയെ കൊള്ള ഏൽപ്പിക്കുകയാണ്. അപ്പൊ ആമിന ബീവിന്റെ അടുക്കൽ എത്ര കൊല്ല ജീവിച്ചത്? 4 വയസ്സായതിനു ശേഷമാണ് ജീവിച്ചത്, 2 കൊല്ലം മാത്രം. അപ്പൊ കൂടുതൽ കാലം ചെറുപ്പത്തിൽ ജീവിച്ചത് ആരുടെ കൂടെ? ഹലീമ ബീവിയുടെ കൂടെയാണ്. ഘട്ടങ്ങള് അങ്ങനെ 4 വയസ്സായി. പിന്നെ 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 6 വയസ്സായി. ആ 6 വയസ്സായപ്പോഴാണ് എന്തായത്? ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം ഉണ്ടായത്. എന്റെ ഉമ്മമാരെ, നമ്മളെ കുട്ടികൾക്ക് ആ കുട്ടിന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, ബാപ്പാന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ള ഇത് പറഞ്ഞെന്താ അറിയോ? ഒരു കുഞ്ഞിനെ പോറ്റി സംരക്ഷിക്കേണ്ടതിന്റെ ദീനി ബാധ്യത. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും എക്സാമ്പിൾ എടുക്കാൻ പറ്റിയത് ആരാ? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളയാണ് നമ്മളെ ഒന്നാമത്തെ മാതൃക അല്ലേ? അള്ളാന്റെ റസൂലല്ലേ ഒന്നാമത്തെ മാതൃക അല്ലേ? അള്ളാഹു ആ റസൂലിനെ പിൻപറ്റാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലിനെ സ്നേഹിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം എന്തോ ഒരു ബറക്കത്തുള്ള പൂമുഖമാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞില്ലേ, 14 രാവിലെ ഞാൻ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പം റസൂലുള്ള എന്റെ മടിയിലുണ്ട്. 14 രാവിലെ ഉദിച്ചു നിൽക്കുന്ന പരിപൂർണ ചന്ദ്രനിക്കാണോ സൗന്ദര്യം കൂടുതൽ? എന്റെ മടിയിൽ തലവെച്ചുറങ്ങുന്ന അള്ളാന്റെ റസൂലിനിക്കാണോ സൗന്ദര്യം കൂടുതൽ? നോക്കുമ്പോ ചന്ദ്രന്റെ സൗന്ദര്യം ഒരു സൗന്ദര്യമല്ല, ഹബീബായ തങ്ങളെ സൗന്ദര്യമാണ്. അതെ, പാർത്തും ഫമിയും പാവീഴച്ചുണ്ടാൽ പോരിൽ ഈറച്ചോരർ കുറശികൾ കൊനോടെ ബീനിടും തനം ഹാദാ എന്തും നബിയുള്ളാഹ് ബിണ്ട് തീഹമിന്ന് ഇഖ്റാജായുള്ളോരിൽ അഖ്വാഫാറ്റേ ശുചൈകളെതെല്ലാമുണ്ട് ഹഖോദിഡോവീൻ. ഹുമൈറത്ത് ബാർത്തും പൂഫമിയും പവിഴച്ചുണ്ടാൽ. മോയിൻകുട്ടി വൈദ്യര് പറയാണ്, മാഷാ അല്ലാഹ്, ഞാൻ ഇയാളെന്ന് ആലമുൽ അർവാഹിലൂടെ വിളിച്ചു വരുത്തിയതാണ്. ആലമുൽ അർവാഹി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞ വാട്സ്ആപ്പ്, അതിനാണ് ആലമുൽ അർവാഹി എന്ന് പറയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അയാൾക്ക് നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇമാദുദ്ദീൻ അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ് എന്ന് പറഞ്ഞ മാതിരി അയാളും ദീനിന്റെ തൂണാണ്. ഇമാദ് പറഞ്ഞ തൂണ് എന്നതിന്റെ അർത്ഥം. ആ പറഞ്ഞ മാതിരി തന്നെ അള്ളാഹു ദീനിന്റെ ശരിയായ വിശ്വാസമുള്ള തൂണായി ഞങ്ങളെ മുഴുവനും ദീനിനിക്ക് സംരക്ഷണമായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ദീനാകുന്ന ഇസ്ലാമിനിക്ക് സംരക്ഷണമായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. നല്ലോണം ആമീൻ പറഞ്ഞോളൂ. എല്ലാവരും ആരെങ്കിലും ഒരാൾ ആമീൻ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൊണ്ട് കബൂലാവും. അല്ലാഹ്, എത്രയോ ചെറുപ്പക്കാര് വിവാഹം കഴിക്കാത്തവരുണ്ട്. ബറക്കത്തുള്ള പെണ്ണിനെയും ബറക്കത്തുള്ള മക്കളെയും അവർക്ക് നൽകണേ അല്ലാഹ്. എത്രയോ നമ്മളെ മജ്ലിസിൽ എൻ്റെ ഉമ്മമാരെ നിങ്ങളോട് ഞാൻ പറയാണ്, 18 വയസ്സ് കഴിഞ്ഞവരും 20 വയസ്സ് കഴിഞ്ഞവരുമായ പെൺമക്കളെ നിങ്ങൾ കൊണ്ടുവരണം. അവരിതൊക്കെ ഒന്ന് കേട്ട് പഠിക്കട്ടെ. നമ്മളെ മക്കൾക്ക് ദീനിനെ പഠിക്കാൻ അവസരമില്ല. അവൾക്ക് പരീക്ഷയാ ഉസ്താദേത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരീക്ഷയിൽ വിജയിക്കാനാ ഞങ്ങൾ ദുആർക്കണത്. അല്ലാഹു നമ്മളെ പെൺമക്കൾക്ക് ബറക്കത്തുള്ള ഭർത്താക്കന്മാരെ, ദീനീ ബോധമുള്ള ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ്. മോയിൻകുട്ടി വൈദ്യര് പറയാണ്, എന്ത്? ഹുമൈറത്ത് ബാർത്തും പൂഫമിയും പവിഴച്ചുണ്ടാൽ. പൂഫം, പൂഫമിയും. ഫം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായ. നിങ്ങളെ ദർശനാ പഠിച്ചത് അല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറയാം. അല്ലാഹു കബൂലാക്കട്ടെ. ഏത് ഉസ്താദിന്റെ ദർശനങ്ങൾ പഠിച്ചത്? അറബിക് ഭാഷ. അയാള് മദ്രസയിൽ പഠിച്ചതാണ്. എവിടെ പഠിച്ചാണെങ്കിൽ ഫം എന്ന് പറഞ്ഞാൽ വായ, തൊള്ള. തൊള്ള എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ പറയില്ലല്ലോ ഉസ്താദ്. പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ പറയില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്തേ പറഞ്ഞത്? ഹുമൈറത്ത് ബാർത്തും പൂഫം എന്ന് പറഞ്ഞ പൂഫം. അത് ആരുടെ ഫം? ആരുടെ വായാണ്? റസൂലുള്ളാന്റെ വായാണ്. റസൂലുള്ളാന്റെ വായിലേക്ക് നോക്കുകയാണ് ആര്? ഹുമൈറ, ബീബി ഹുമൈറ എന്ന മഹദി റസൂലുള്ളാന്റെ വായിലേക്ക്, അതായത് റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കുകയാണ്.
ഹുമൈറ എന്ന് പറഞ്ഞ ആരാന്നറിയോ? അത് ആരാണ്? അത് ആയിഷ ബീവിയെ റസൂലുള്ളാഹി വിളിക്കുന്ന സ്ഥാനപ്പേരാണ്, സ്നേഹപ്പേരാണ്. അപ്പൊ ചില സ്നേഹപ്പേരൊക്കെ വിളിക്കൽ മുമ്പന്നെ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? ഭർത്താവിന് ആരെങ്കിലും പേര് വിളിക്കലുണ്ടോ? ഇല്ല, വിളിക്കൂല. ഭർത്താവിന്റെ പേരെന്താ? മുഹമ്മദ്. ഭാര്യ എന്താ വിളിക്കല്? ബമ്പനെ. അതാ വിളിക്കുക. അതാണ് ഭാര്യ വിളിക്കുന്ന പേര് അല്ലെ? അല്ലെങ്കിൽ കുഞ്ഞി ബമ്പനെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആറ്റാന്ന് വിളിക്കും അല്ലെ? അങ്ങനെ അതങ്ങനെ വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല. പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല. ബാപ്പാനെ മക്കള് പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല അല്ലേ? ബാപ്പാനെ മക്കള് വിളിക്കുമ്പോ പേര് ചൊല്ലിയിട്ട് വിളിക്കാൻ പാടുണ്ടോ? പേര് വിളിക്കാൻ പാടുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലിനെ പിന്നെ എന്തായാലും പറ്റൂല എന്ന് ഉറപ്പല്ലേ? അപ്പൊ അതാണ് ഹുമൈറ എന്ന് പറഞ്ഞ പേര്. അത് ആയിഷ ബീവിയെ റസൂലുള്ളാഹി വിളിക്കുന്ന വിളിയാണ്. റസൂലുള്ളാഹി ആയിഷ എന്ന് വിളിക്കല് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ഒരു റാഹത്ത് കുറവുണ്ടാവുമ്പോഴാണ് ആയിഷു എന്ന് വിളിക്കുക, അല്ലാത്തപ്പോ വിളിക്കല് ഹുമൈറ. അപ്പൊ എന്ത് വേണം ഭർത്താക്കന്മാരെ? നമ്മളെ ഭാര്യയെ വിളിക്കുമ്പോൾ ഒരു സ്നേഹത്തിന്റെ പേര് വിളിക്കണം. പേര് സ്വന്തം പേര് ആയിഷ എന്നാണെങ്കിൽ ആയിഷ വിളിക്കണ്ട, സ്വന്തം പേര് ഖദീജ, ഖദീജ അത് വേണ്ട, അങ്ങനെ വിളിക്കണ്ട. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ ഭയങ്കര പ്രശ്നമാവും. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഖുലിഖത് മിൻ ദലഇൻ അവജ, വളഞ്ഞ വാരിയെല്ല് കൊണ്ടാണ് ആരെ പഠിച്ചത്? പെണ്ണിനെ പഠിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. റസൂലുള്ളാഹിന്റെ വിളി കണ്ടോ നിങ്ങൾ? ഹുമൈറ. ഹുമൈറ എന്ന് പറഞ്ഞാൽ നല്ലോണം ചോന്നവളെ, ചുകന്നവളെ എന്നർത്ഥം. ചുകപ്പ് കലർന്നിട്ടുള്ള വെളുപ്പാണ്, അത് സൗന്ദര്യമാണ്. ചുകപ്പ് കുറച്ചു നേരം ഓഫായിക്കട്ടെ. എന്തേ പറഞ്ഞത്? ചുവന്ന കളറിലുള്ള വെളുപ്പ്, അതൊരു മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ അടയാളാണ്. അത് നിങ്ങൾ കാണണമെങ്കിൽ മക്കത്ത് പോയിക്കോ. മക്കത്ത് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും കറുകറുത്ത മനുഷ്യന്മാരും അവിടെ ഉണ്ടാവും, ഭയങ്കര സുന്ദരന്മാരുണ്ടാവും, ഉണ്ടാവൂലേ? അത് ഹജ്ജിന്റെ സമയത്തൊക്കെ ഈ ലോറിയിലൊക്കെ ആൾക്കാർ പോവുക. എവിടേക്ക്? ഹറമിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട്, കാരണം ആൾക്കാർക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് ആണുങ്ങൾ പോണത്. ഇഹ്റാമിൽ കുപ്പായം ഉണ്ടാവില്ല, ബനിയൻ ഉണ്ടാവില്ല, തലേക്കെട്ട് ഉണ്ടാവില്ല, തൊപ്പി ഉണ്ടാവില്ല, അതൊന്നും പാടില്ല. അപ്പൊ എന്താ, ഈ ശരീരം ശരിക്കും ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ ഒരിക്കൽ നോക്കുമ്പോ പടച്ചോനെ പല സൈസ് മനുഷ്യന്മാർ. അതിൽ ചില ആൾക്കാർ ഭയങ്കര ഒരു ചുവപ്പ് കലർപ്പുള്ള, നമുക്ക് നേരിട്ട് കാണാം മക്കത്ത് പോയാൽ. അള്ളാഹു മക്കത്ത് പോകാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. നല്ല ചുവപ്പ് കളർ, ചുവപ്പും വെളുപ്പും കൂടില്ല, ഭയങ്കര സൗന്ദര്യ. സിറിയ എന്ന് പറഞ്ഞ നാടുണ്ട്, സൂറിയ എന്നാ പറയാ. അതുപോലെ തന്നെ സിറിയയിലുള്ള മനുഷ്യന്മാരൊക്കെ അതിൽപ്പെട്ടതാണ്, തുർക്കിക്കാരയിൽപ്പെട്ടതാണ്. പോയിട്ടില്ലേ? മക്കത്ത് പോയാൽക്കറിയാം. വെറുതെ മക്കത്ത് പോയിട്ട് മദീനം വരെ ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഉറങ്ങിയതൊന്നും കാണൂല, കണ്ണു തുറന്ന് നോക്കണം. മനസ്സിലായില്ലേ? എല്ലാ ഏസിയുള്ള ബസ് മക്കത്ത് നിന്നാണ്ട് കയറിയപ്പോൾ മദീനത്ത് എത്തുന്ന വരെ ഉറങ്ങിയാൽ ഇതൊന്നും പിടുത്തം കിട്ടൂല. അള്ളാഹു കാണേണ്ടതൊക്കെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി വിളിക്കുകയാണ് ഹുമൈറ. ആരെയാ വിളിച്ചത്? അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നുമോൾ. അള്ളാന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകളെ കല്യാണം കഴിച്ചപ്പോ, നിക്കാഹ് കഴിച്ചപ്പോ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാനോത്ത്. റസൂലുള്ളാഹി ആയിഷ ബീവിനെ കാനോത്ത് കഴിച്ചപ്പോ ആയിഷ ബീവി പറയാണ്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ബനതു സിത്തിൻ. അതാ സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാ. എന്ത്? തസവ്വജനി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂല് എന്നെ കാനോത്ത് കഴിച്ചപ്പോൾ, വഅന ബനതു സിത്തിൻ, എനിക്ക് 6 വയസ്സാണ് നിക്കാഹ് കഴിച്ചപ്പോ. അപ്പടെ ദുർവ്യാഖ്യാനം വേണ്ട. ആയിഷ ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ അള്ളാന്റെ റസൂല് അന്ന് ഏർപ്പെട്ടിട്ടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. റസൂലാണല്ലോ, റസൂലുള്ളാഹിക്ക് അറിയാമല്ലോ, ഏറ്റവും നല്ല പരിസര ബോധമുള്ളയാള് മുഹമ്മദ് നബിയാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയിഷ ബീവിയാണ് പറയുന്നത് എന്ത്? ഹുമൈറത്ത് പാർത്തും പൂഫമിയം പാവിടെ ചുണ്ടാൽ ിൽ ഈറച്ചോരർ കുറശികൾ കൊനോടെ ബീണിടും താനം ഹാദാ. അൽഹംദുലില്ലാ. ഞാനിങ്ങനെ ടൈം നോക്കി, എന്താ വെച്ചാൽ ചായ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടോ എന്ന് അറിയാനാ. നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞു, എന്ത്
ചായന്റെ ടൈം ആയിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഒരുപാട് സഹോദരിമാര് കടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. യാ അല്ലാഹ്, അവർക്ക് സ്വർഗത്തിലും കടി ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സ്വർഗത്തിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ സ്വർഗത്തിൽ എത്തണ്ടേ, എത്തിയിട്ടല്ല പിന്നെ സപ്ലൈ. അല്ലാഹു തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള അള്ളാന്റെ ഹബീബിന്റെ ചെറുപ്പത്തിലുള്ള വിഷയമല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയത് പെറ്റ ഉമ്മ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ 2 കൊല്ലം മാത്രം അല്ലേ. 2 സാൽ ബസ് 2 കൊല്ലം 2 കൊല്ലം മാത്രമാണ് റസൂലുള്ളാഹിനെ പെറ്റ ഉമ്മ പോറ്റി വളർത്തിയത്. എന്നിട്ടോ അങ്ങനെ മടങ്ങി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം, 6 വയസ്സുള്ളപ്പോൾ ആ കുട്ടിയെ കൂട്ടിയിട്ട്, മുഹമ്മദ് എന്ന പൊന്നുമോനെ കൂട്ടിയിട്ട് പെറ്റ ഉമ്മ മദീനയിലേക്ക് പോവുകയാണ്. ആരാ കൂടുള്ളത്? എത്ര കിലോമീറ്റർ ഉണ്ട്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500 കിലോമീറ്റർ ഉണ്ട്. ആരാ കൂടെയുള്ളത്? പെറ്റ ഉമ്മ ആമിന ബീവിയാണ്. ആമിന ബീവിക്ക് എത്ര വയസ്സ്? 20 വയസ്സാണ്. വേറെ ആരാ കൂടെ? ആണുങ്ങളുണ്ടോ? ഇല്ല. പിന്നെ ആരുണ്ട്? അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ആണുങ്ങളില്ലാതെ യാത്ര ചെയ്യാറ് പതിവില്ല. ആമിന ബീവിയും ഒരു സാധാരണ പെണ്ണല്ല. അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കാൻ ഒരു സാധാരണ പെണ്ണിനെ കൊണ്ട് കഴിയൂല. അള്ളാന്റെ റസൂലിന്റെ ബാപ്പയ റസൂലുള്ള സാധാരണ മനുഷ്യനാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയണത്, അള്ളാന്റെ റസൂലിന്റെ ഉമ്മയും ഒരു സാധാരണ പെണ്ണല്ല. അള്ളാന്റെ റസൂലിന്റെ ബാപ്പയും ഒരു സാധാരണ ബാപ്പയല്ല. നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരെ പോലെയോ മറ്റ് അമ്പിയാക്കന്മാരെ ബാപ്പാനെ പോലെയോ അല്ല. അള്ളാന്റെ റസൂലിന്റെ ബാപ്പ നോക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ കൊണ്ടുപോവാണ് മദീനത്തേക്ക്. അപ്പൊ ആരാ കൂടുള്ളത്? ആണുങ്ങളുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഉള്ളത്? ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയും അതേ പ്രായമാണ്, ആമിന ബീവിയുടെ പ്രായമാണ്. അവരെ പേരെന്താ അറിയോ? അറിയോ? ആർക്കറിയാം? പറഞ്ഞോളി. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റിയാലും സമ്മാനം, 1 സമ്മാനം കിട്ടും, ശരിയായ 2 സമ്മാനം കിട്ടും. ആരാ കൂടുള്ളത്? ആരാ മോനെ? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ആരാ കൂടുള്ളത്? ഉമ്മു ഐമൻ എന്നാണ്. ഉമ്മു ഐമൻ അവരെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ്. അവരെ ശരിക്കുള്ള പേര് ബറക്ക എന്നാണ്. രണ്ടും അവരെ പേര് തന്നെയാണ്. ഉമ്മു ഐമൻ അവരെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ്. ഈ ഉമ്മു കൂട്ടിയിട്ടും അബു കൂട്ടിയിട്ടുള്ള പേര് ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പൊ അബൂ ഹുറൈറ അതൊരു ബഹുമാന പേരാണ്. അവരെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ആരുടെ പേര്? പഠിച്ചു വെച്ചോ, മറക്കണ്ട. ആരെ? അതെ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ബഹുമാനിച്ച് വിളിക്കുന്ന പേര് അബൂ ഹുറൈറ അല്ലേ. എന്നാൽ സുഹൃത്തുക്കളെ, ആമിന ബീവി അതാ ഉമ്മു ഐമൻ എന്ന ബറക്ക ബീവിയാ കൂടുള്ളത്. വീട്ടിലെ വേലക്കാരിയാണ്, വീട്ടിലെ അടിമയാണ്. ആര്? അടിമ സ്ത്രീയാണ് ഉമ്മു ഐമൻ. മദീനത്ത് പോയി 1 മാസം താമസിച്ചു. ആര്? അല്ലാഹുവിന്റെ റസൂൽ. പിന്നീട് 53-ാമത്തെ വയസ്സിൽ മദീനത്തെത്തിയപ്പോ റസൂലുള്ള ഒരു സ്ഥലം ചൂണ്ടിയിട്ട് പറയാണ്, എന്റെ 6-ാമത്തെ വയസ്സിൽ ഞാനിവിടെ കളിച്ച സ്ഥലമാണിത്. അന്ന് മദീനത്തുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിന്റെ പേരും പറയുന്നുണ്ട്. എന്റെ കളിക്കൂട്ടുകാരിയായ ആ പെൺകുട്ടിയും ഞാനും കൂടി ഒരുപാട് ഓടി കളിച്ച സ്ഥലം ഇതാണ്. റസൂലുള്ള പിന്നീട് 53-ാമത്തെ വയസ്സിൽ മദീനത്തെത്തിയപ്പോ ആ സ്ഥലം പറഞ്ഞു തരികയാണ്. അങ്ങനെ മടങ്ങി വരികയാണ്. എവിടുന്ന്? മദീനയിൽ നിന്ന്. എങ്ങട്ട്? മക്കത്തേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട്? 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അന്ത്രോത്തിൽ നിന്നിട്ട് കൽപ്പേനിയിലേക്കുള്ള ദൂരമൊന്നുമല്ല, ഒരുപാടുണ്ട്. 500 കിലോമീറ്റർ ദൂരം ഉണ്ട്. അങ്ങനെ കുറെ അങ്ങോട്ട് വന്നപ്പോ ഒരു സ്ഥലമെത്തി, അബവ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോ ആമിന ബീവിക്ക് സുഖമില്ല, പനിയാണ്, ഭയങ്കര പനി ബാധിച്ചു. അവിടെ തന്നെ വിശ്രമിച്ചു. 1 ദിവസമല്ല, പല ദിവസങ്ങൾ. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ആമിന ബീവി പനി ബാധിച്ചപ്പോ ആമിന ബീവിനെ ശുശ്രൂഷിക്കാൻ നാട്ടുകാരും കൂടി സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൊന്നുമോൻ മുഹമ്മദ് എന്ന പൊന്നുമോനെ മടിയിൽ കിടത്തിക്കൊണ്ടിട്ട്
ഈ ഉമ്മ പറയാണ്, ആമിന എന്ന ഉമ്മ ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള ഉമ്മ പറയാണ് എന്ത്? ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി വല്ലാഹു അൻഹാക അനിൽ അസ്നാമി ദീനി അബികൽ ബർരി ഇബ്രാഹിമി. 6 വയസ്സുള്ള പൊന്നുമോനെ മടിയിൽ കിടത്തിക്കൊണ്ടിട്ട് അതേ നല്ല പനിയുള്ള രോഗമുള്ള ക്ഷീണിതയായിരിക്കുന്ന ബീവി ആമിന പറയാണ്, മോനെ മുഹമ്മദേ, നിങ്ങളൊരു സാധാരണ കുട്ടിയല്ല. ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാം, നിങ്ങളെപ്പറ്റി പല പല കാഴ്ചകൾ ഞാൻ കിനാവിൽ കണ്ടിട്ടുണ്ട് മുഹമ്മദേ. അതുകൊണ്ട് നിങ്ങളൊരു സാധാരണ കുട്ടിയല്ല മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅൻത മബ്ഊസുൻ ഇലൽ അനാം, എന്റെ മോനാകുന്ന മുഹമ്മദ് എന്ന ബറക്കത്തുള്ള മകൻ മബ്ഊസുൻ ഇലൽ അനാം, മുഴുവൻ മനുഷ്യരിലേക്കും അല്ലാഹു അയച്ച റസൂലാണ് മോനെ നിങ്ങള്. ആരോട്? 6 വയസ്സുള്ള സമയത്ത് ഹബീബായ തങ്ങളെ പെറ്റ ഉമ്മ പറയാണ്, ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. എന്നിട്ട് ഉമ്മ പറയാണ്, വല്ലാഹു അൻഹാക അനിൽ അസ്നാമി, എന്റെ മോനെ മുഹമ്മദ്, ചെറിയ കുട്ടിയാ, 6 വയസ്സുള്ള കുട്ടിയോട് പറയാണ്, നിങ്ങൾ നമ്മളെ നാട്ടിലെത്തിയാൽ, മക്കത്തെത്തിയാൽ, അൻഹാക വല്ലാഹു അൻഹാക അനിൽ അസ്നാം, നിങ്ങൾ ആ നാട്ടുകാരെ കൂടെ കൂടിയിട്ട്, നമ്മളെ നാട്ടുകാരെ കൂടെ കൂടിയിട്ട് ബിംബത്തിന് നിങ്ങൾ ആരാധിക്കരുതേ, ലാത്ത ഉസ്സക്ക് നിങ്ങൾ സുജൂദ് ചെയ്യരുതേ. റസൂലുള്ളാഹിന്റെ ഉമ്മ കാഫറത്താണ്. അള്ളാന്റെ ഞാൻ കേട്ടതാണ്, ഓഡിയോ കാസറ്റിൽ നേരിട്ട് കേട്ടതാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ ഖബറിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ, പിന്നീട് പിൽക്കാലത്ത് റസൂലുള്ള 50 വയസ്സൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ, സിയാറത്തിന് അള്ളാഹിനോട് ചോദിച്ചപ്പോ അള്ളാഹ് സമ്മതം കൊടുത്തു. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മയുടെ ദോഷം പൊറുക്കാൻ ചോദിച്ചപ്പോ, ദോഷം പൊറുക്കാൻ അത് തേടണ്ട നബിയെ എന്ന് പറഞ്ഞു. തേടേണ്ട ആവശ്യമില്ല, ഞാൻ പുറത്തിരിക്കുന്നു, തങ്ങളെ ഉമ്മല്ലേ. ആ ഉമ്മ എന്താ പറഞ്ഞത്? വല്ലാഹു അൻഹാക അനിൽ അസ്നാമി, ബിംബങ്ങൾ ആരാധിക്കരുത് പൊന്നുമോനെ. ആ ഉമ്മ പിന്നെ എങ്ങനെ കാഫിറാവുക? മരിക്കാൻ വഫാത്താകാൻ കിടക്കുകയാണ്. അരിട അല്പസമയത്തിനകം ആമിന ബീവി വഫാത്താകാൻ പോവാണ്. അതേ മുഴുവൻ സയ്യിദന്മാരെയും വലിയ ഉമ്മയല്ലേ, ഗ്രാൻഡ് മദറല്ലേ, ജദ്ദത്തല്ലേ ആര്? ബീവി ആമിന. ആമിന ബീവി പറയാണ്, എന്റെ പൊന്നുമോൻ നാട്ടിൽ ചെന്നാൽ എന്താകരുത്? ബിംബത്തിന് ആരാധിക്കരുത്. ആ ആമിന ബീവിയാണ് കാഫിർ എന്ന് വലിയ പറയണത്. നമുക്ക് പറഞ്ഞ എന്താണെന്നറിയോ? നമുക്ക് പറയാനുള്ളത് ആമിന ബീവി കടക്കണ നരകം. നരകം എന്നാണ് ഇവര് പറയണത്. ആമിന ബീവി കടക്കണ നരകത്തിന്റെ ഒരു മൂലയിൽ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ഞങ്ങൾക്കൊരു സ്ഥാനം നൽകണേ അല്ലാ. അതിന് പേര് നരകം നിങ്ങൾ വിളിച്ചോളൂ. അള്ളാന്റെ റസൂലിനെ 10 മാസം ചുമന്ന് നടന്ന ആ പള്ളയുടെ ഉടമസ്ഥയായ, ആ ഗർഭാശയത്തിന്റെ ഉടമസ്ഥയായ, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ഗർഭാശയത്തിന്റെ ഉടമസ്ഥയായ, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ഉമ്മയായ ബീബി ആമിന, പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ റസൂലുള്ളാഹിനെ പെറ്റ ഉമ്മാന്റെ മദ്ഹ് പറയാണ്. ആ ഉമ്മാന്റെ ശഫാഅത്ത് ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നാളെ ആഖിറത്തിലെത്തുമ്പോ നോമ്പ് നോറ്റ നല്ല മുഅ്മിനീങ്ങളോട് അല്ലങ്ങനെ പറയാണ്, റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ വാതിലിലൂടെയാണ് നോമ്പ് നോറ്റ മുഅ്മിനീങ്ങൾ കടക്കുന്നത്. നിങ്ങൾ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് മലായിക്കത്ത് ഇങ്ങനെ വിളിക്കുകയാണ്, സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സലാമുണ്ട്. ത്വിബ്തും, നിങ്ങൾ നല്ല സംഗതി ദുനിയാവിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആശംസകളുണ്ട്, വരൂ വരൂ എന്ന് വിളിക്കപ്പെടുന്നവരിൽ ആമിന ബീവിയുടെ ബറക്കത്ത് കൊണ്ട്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന ബാപ്പയുടെ ബറക്കത്ത് കൊണ്ട്
റബ്ബേ ഞങ്ങൾക്ക് ആമിന ബീവിയും അബ്ദുള്ള എന്ന ബാപ്പയും കടക്കണ സ്വർഗത്തിൽ സ്ഥാനം നൽകണേ അല്ലാ, സ്വർഗാവകാശികളാക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാര് ബാപ്പമാരെ സ്വർഗത്തിന്റെ ആൾക്കാരാക്കണേ അല്ലാ. ഈ നമ്മളതല്ലേ ചോദിക്കുന്ന അസ്അലുകൽ ജന്നത, ഞാൻ ചോദിക്കുന്ന സ്വർഗം ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനന്നാർ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. അതല്ലേ നമ്മൾ ദ്വാരക്കണേ. മകനെ അറിയില്ല മോനെ, ഒന്ന് ചൊല്ല്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅഊദു ബിക മിനന്നാർ. അതേ റസൂലുള്ളാഹിന്റെ ഉമ്മ പറയാണ്, മോനെ മുഹമ്മദേ, നിങ്ങൾ ആരാണ്? ദീനി അബീകൽ ബർരി ഇബ്രാഹിമി, നിങ്ങളെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബിയുടെ റൂട്ടിൽ നിങ്ങൾ ജീവിച്ച് മരിക്കണം പൊന്നുമോനെ. കണ്ടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനായിരിക്കുന്ന സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എനിക്ക് എത്ര മക്കളുണ്ട്? ആർക്കും പറയാട്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴാണ് എനിക്കൊരു റാഹത്ത്. 18 തങ്ങൾ അറിയാം, അല്ലെ 2 എന്ന് അറിയാം, എന്നാൽ 2 എന്ന് പറഞ്ഞോളി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര മക്കളുണ്ട്? 13 മക്കളുണ്ട്. പഠിച്ചു വെച്ചോളൂ. എത്ര? 13 മക്കളുണ്ട്. തഫ്സീർ ഇബ്നു കസീർ പറയാണ് 13 മക്കളുണ്ട്, അല്ലേ? അതിൽ പിൽക്കാലത്തുള്ള നബിമാര് മുഴുവനും അൽഹംദുലില്ലാ നമ്മൾ ചായ കുടിക്കുന്നതിൽ ബറക്കത്ത് നൽകണേ അല്ലാ, നമുക്ക് സ്വർഗത്തിലെ ചായ കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ പറയും. ചായ ഉണ്ടാക്കിയ ചെറുപ്പക്കാര് പ്രവർത്തകർക്കൊക്കെ വലിയ ഖൈറ് ബറക്കത്ത് നൽകണം അല്ലാ. സ്വർഗത്തിലും ചായ സപ്ലൈ ചെയ്യുന്ന സപ്ലൈക്കാരാക്കണേ അല്ലാ. ആമീൻ. സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്തിയ പിന്നെ ചായ സപ്ലൈ ഒക്കെ ചെയ്യാൻ നല്ല സുഖാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര മക്കൾ? 13 മക്കള്. അതില് ഇസ്ഹാഖ് എന്ന മോന്റെ പരമ്പരയിലാണ് ഒരു നബി അല്ലാത്ത പിൽക്കാലക്കാരായ മുഴുവൻ നബിമാരും വന്നത്. ഒരു നബി ഇസ്മായിൽ എന്ന് പറയുന്ന മോന്റെ പരമ്പരയിൽ ഒരൊറ്റ നബിയാണ് വന്നത്. അതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ എന്ന് പറയുന്ന മോന്റെ പരമ്പരയിൽ ഒറ്റ നബിയാണ് വന്നത്. അവരാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബിയുടെ മോനായിരിക്കുന്ന ഇസ്ഹാഖ് നബിയുടെ മക്കള് പരമ്പരയിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാത്ത മറ്റെല്ലാ നബിമാരും വന്നത്. അതാണ് ഇവിടെ ആര് പറയുന്നു? ആമിന ബീവി പറയാണ്, മോനോട് പറയാണ്, ദീനി അബീകൽ ബർരി ഇബ്രാഹിമി, മോനെ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഉപ്പാപ്പയായിരിക്കുന്ന ഇബ്രാഹിം നബി പഠിപ്പിച്ച റൂട്ടിൽ ജീവിച്ച് മരിക്കണം പൊന്നു മോനെ. കണ്ടോ, അങ്ങനെ നാട്ടുകാരെ സഹകരണത്തോടുകൂടി ഉമ്മു ഐമൻ എന്ന് പറയുന്ന ബറക്കത്തുള്ള സ്ത്രീ ആമിന ബീവിയെ അവിടെ മറവ് ചെയ്തു. ഏത് നാട്ടിലാ മറവ് ചെയ്തത്? അബവാ. അൽഹംദുലില്ലാ. ചിലരൊക്കെ പറഞ്ഞല്ല, പറഞ്ഞവർക്കൊക്കെ അല്ലാഹു തആല, പറഞ്ഞവർക്കും പറയാത്തവർക്കും. അബവാ എന്ന് പറയുന്ന നാട്ടിൽ ആമിന ബീവിന്റെ ഖബറിങ്ങളൊന്ന് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞാൻ പോയിട്ടില്ല, എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പെറ്റ ഉമ്മാന്റെ ഖബറിങ്ങളൊന്ന് ചെന്നിട്ട് അസ്സലാമു അലൈക അസ്സലാമു അലൈകി യാ ഉമ്മനാ ആമിന ഉമ്മ റസൂലില്ലാഹ്, ഞങ്ങളെ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നൊന്ന് പറയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ഫാത്തിഹ ഓതിക്കോളി ആമിന ബീവിന്റെ ഹദറത്തിലേക്ക്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ആമിന ബീവിയുടെ ഹളറത്തിലേക്കാണ് നമ്മൾ ഓതിയത്. ആമിന ബീവിയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കത് ഓതാതിരിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഒളിവിനെ ചുമന്ന് ഈ ലോകത്തിലേക്ക് നൽകിയവരാണ് ആ ഉമ്മ. ആ ഉമ്മ പറയാണ്, ഏറ്റവും പരമപരിശുദ്ധനായ കുഞ്ഞിനെയാണ് ഞാൻ ഗർഭം ധരിച്ചത്. അതുകൊണ്ട് ഏറ്റവും പരിശുദ്ധനായ മോനെയാണ് ഞാൻ പ്രസവിച്ചത്. എൻ്റെ ഈ പ്രസവം ഇത് വെറുതെ ആവൂല. ആമിന ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, വദിക്രി ബാഖിൻ, എന്നെ പറ്റിയുള്ള ഓർമ്മകൾ അത് മരിക്കൂല. ബാഖിൻ, അത് എന്നുമെന്നും ഖിയാമത്ത് നാൾ വരേക്കും. ഖിയാമത്ത് നാളിന് ശേഷം സ്വർഗത്തിലും ആഖിറത്തിലും എൻ്റെ പേര് ബാക്കിയാകും. എൻ്റെ പേര് ഇവിടെ, എൻ്റെ ഓർമ്മകൾ അത് മറക്കൂല. അല്ലാഹുവേ, മുത്തുനബിയുടെ ഉമ്മാനോടുള്ള സ്നേഹം, ആദരവും ബഹുമാനവും, അവിടുത്തെ ബാപ്പാനോടുള്ള സ്നേഹവും ആദരവും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. ആ ഉമ്മാനെയും ബാപ്പാനെയും സ്വർഗത്തിൽ വെച്ച് കാണാൻ, അവരോട് സംസാരിക്കാൻ, അവരെ കൂടെ കൂടാൻ, അവരെ കയ്യിൽ നിന്ന് ബറക്കത്തിന് എന്തെങ്കിലും കിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളൊരു ആഗ്രഹമാണ്, അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കി തരണേ അല്ലാഹ്. അങ്ങനെ ഉമ്മു ഐമൻ എന്ന ആ സ്ത്രീ വലിയ ബറക്കത്തുള്ള, വലിയ ബുദ്ധിമതിയായ സ്ത്രീയാണ്. എന്ത് ചെയ്യണം? വലിയ ഉത്തരവാദിത്തമാണ് ആർക്ക്? ഉമ്മു ഐമൻ എന്ന ആ വെള്ളാട്ടിപ്പെണ്ണായിരിക്കുന്ന ഉമ്മു ഐമൻ. അവര് ഈ വിവരം മക്കത്തെത്തിക്കണം. ഒരു അമാനത്ത്, ഏറ്റവും വലിയ അമാനത്ത് കയ്യിലുണ്ട്. ഉമ്മു ഐമൻ എന്ന ആ സ്ത്രീയുടെ കയ്യിൽ ഒരു അമാനത്തുണ്ട്. എന്താ അമാനത്ത്? ആ കുട്ടി മുഹമ്മദ് എന്ന പൊന്നുമോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് എന്ന പൊന്നുമോനെ ഏൽപ്പിക്കുകയാണ്. എവിടെ? ബാപ്പയുടെ ബാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയത് ആരാണ്? ബാപ്പയുടെ ബാപ്പയാണ്. റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനും ജീവിതത്തിന് വേണ്ട ചെലവുകൾ, കേസ് ചെലവുകൾ ചെലവാക്കിയത് ആരാണ്? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ബാപ്പാന്റെ ബാപ്പയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. കണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ മറന്നോ? ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത, ആ കുട്ടിക്ക് ഭക്ഷണം, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായ ബാധ്യത, ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടതായ ബാധ്യത, ആ കുട്ടിക്ക് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതായ ബാധ്യത, ആ കുട്ടിക്ക് വസ്ത്രങ്ങളും ചെരുപ്പുകളും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതായ ബാധ്യത ഒരു ഉമ്മയുടെ മേലിലുണ്ടോ? ഇല്ല. ഉമ്മക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ളതായ സംഗതികൾ ഒരു സ്ത്രീയുടെ തലയിൽ അല്ലാഹു തആല വെച്ചിട്ടില്ല. ഒക്കെ ആണുങ്ങൾക്കാണ് ബാധ്യത. പെണ്ണുങ്ങളെ എത്ര അല്ലാഹു തആല ബഹുമാനിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ 6 വയസ്സുള്ള മുഹമ്മദ് എന്ന പൊന്നുമോന് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ കയ്യിലേൽപ്പിച്ചു. ആ ഉപ്പാപ്പ സ്വന്തം മക്കളെ പോറ്റുന്നതിനേക്കാളും, സ്വന്തം മക്കളെയും മറ്റു മക്കളുടെ മക്കളെയും സ്നേഹിക്കുന്നതിനേക്കാളും ഈ മോനെ, മുഹമ്മദ് എന്ന മോനെ സ്നേഹിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് മക്കത്തെ ഖുറൈശികളെ വലിയ നേതാവാണ്. മക്കത്തെ കഅബത്തിന്റെ അടുത്ത് ഖുറൈശികൾ, കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് അവരെ പണി എന്താണെന്നറിയോ? സബചുഷലിട്ട അങ്കി ഇരിപ്പാരോ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കല ഖുറൈശി മുശ്രിക്കീങ്ങൾ. സബചുഷലിട്ടൻ ഇരിപ്പാരോ കനവൊട കഥകൾ തരമത് ചൊല്ലി ചിരിപ്പാരോ ചിരിപ്പാരോ. അവരിങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുക, വട്ടത്തിൽ ഇരിക്കുക. എവിടെ? കഅബത്തിന്റെ പരിസരത്ത്. അതിലൊരു പ്രത്യേക സീറ്റുണ്ട്. ആ സീറ്റ് മക്കക്കാരുടെ വലിയ തലവനായ നേതാവിനിക്കുള്ളതാണ്. പഴയ കാലത്ത് ഇവിടെ ഈ ദ്വീപിലൊക്കെ ഒരു നേതാവ് ഉണ്ടാവുമല്ലോ. ഓരോ കുടുംബത്തിന്റെ കാരണവറാണ് നേതാവ്, അല്ലേ? ആ കാരണവന്മാർക്ക് വേറെ കാരണവരുണ്ടാവും. അതേമാതിരി മക്കത്തുള്ള വലിയ നേതാവാരാണ്? അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന് ഇരിക്കാൻ ഒരു സീറ്റുണ്ട്. ആ സീറ്റിൽ വേറെ ആരും ഇരിക്കൂല. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ സ്വന്തം മക്കള് പോലും ഇരിക്കുന്ന പതിവില്ല. അള്ളാന്റെ ഹബീബായ തങ്ങള്
6 വയസ്സിന് ശേഷം ഇങ്ങനെ ജീവിക്കണ കാലത്ത് ഓടി വന്നിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ ഇരിക്കുന്ന ആ സീറ്റിൽ ഒരൊറ്റ ഇരുത്തം. ആര്? അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാർ വന്ന് എല്ലാവർക്കും പേടിയാണ്. ആരെ? അബ്ദുൽ മുത്തലിബിനോട് ബഹുമാനത്തിന്റെ പേടിയാണ്. മോനെ മുഹമ്മദേ, എണീക്ക്. അത് നിങ്ങളെ ഉപ്പാപ്പ ഇരിക്കുന്ന കസേലയാണ്, വേറെ ആരും അവിടെ ഇരിക്കൂല. നാട്ടുകാരാകെ പേടിച്ച് പറിച്ച്. അപ്പൊ അതാ വരുന്ന അബ്ദുൽ മുത്തലിബ് വരുന്നു. അബ്ദുൽ മുത്തലിബ് പറയാണ്, അബ്ദുൽ മുത്തലിബിന്റെ സ്വന്തം മക്കള് പോലും ആ സീറ്റിൽ ഇരിക്കുന്ന പതിവില്ല. അബ്ദുൽ മുത്തലിബ് പറയാണ്, എന്റെ മോൻ മുഹമ്മദ് അവിടെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ആരും എന്റെ മോനെ എണീപ്പിക്കണ്ട. കാരണം അബ്ദുൽ മുത്തലിബിന് അറിയാം, ഇതെന്റെ മറ്റു മക്കളെ പോലെയല്ല, എന്റെ മക്കളുടെ മക്കളെ പോലെയല്ല. കണ്ടോ? ആർക്കറിയാം? റസൂലുള്ളാഹിന്റെ ബാപ്പാക്കറിയാം, ബാപ്പാന്റെ വാപ്പാക്കറിയാം. ഈ കുട്ടി സാധാരണ കുട്ടിയല്ല. എല്ലാവർക്കും ബോധ്യമുണ്ട്, നല്ല ബോധമുണ്ട്. അബ്ദുൽ മുത്തലിബിന് നല്ല ബോധമുണ്ട്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിന് സ്വന്തം മക്കൾ എന്ന് പറയുമ്പോ എത്ര മക്കളാ നിങ്ങൾക്ക് അറിയോ? അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളാ? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ വാപ്പാക്ക് എത്ര മക്കളാ? എത്ര? 19. ആര് വന്നത്? അതാ മൂപ്പരാ പറഞ്ഞത്. എന്താ നിങ്ങളെ പേര്? മുഹമ്മദ് അല്ലേ? കമാൽ. അല്ലാഹ് ബദറുൽ കമാലെ കണ്ട് മൗത്താകിടേണ്ടതുണ്ട്. അല്ലാഹു ബദറുൽ കമാലായ റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ ആ കമാൽ എന്ന് പറയുന്ന സഹോദരനിക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. 19 മക്കളുണ്ട്. ആർക്ക്? അബ്ദുൽ മുത്തലിബ് എന്നവർക്ക്. 10ാമത്തെ മോന്റെ പേരാണ് അബ്ദുള്ള. ലാസ്റ്റ് ചെറിയ കുട്ടിന്റെ പേരാണ് എന്ത്? ഹംസ റളിയല്ലാഹു അൻഹു. ഒറ്റ കുട്ടിക്കില്ലാത്ത ബഹുമാനമാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ ഈ മോന്റെ മോനായ ആർക്ക്? 10ാമത്തെ മോനായ അബ്ദുള്ള എന്നവരെ മോൻ. ഒറ്റ മോനേ ഉള്ളൂ. ആ അബ്ദുള്ള എന്നവർക്ക് ഒരൊറ്റ മോൻ മാത്രമാണുള്ളത്. മുഹമ്മദ് എന്ന മോനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണം. റസൂലുള്ളാഹിന്റെ പേര് കുറെ പറഞ്ഞില്ലേ? സ്വലാത്തു വ തസ്ലീമുൻ വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ചൊല്ല സ്വലാത്തു വ തസ്ലീമുൻ صلاة وتسليم على خير مرسلين محمد الداعي إلى الله. ഞങ്ങളെ സ്വലാത്തൊക്കെ കബൂലാക്കണേ അല്ലാഹ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന വിത്രിയത്തിന്റെ ഓരോ വരികളും മുഅ്മിനീങ്ങളെ നിങ്ങളത് വെറുതെയാക്കരുത്. ആ വിത്രിയത്തിന്റെ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കണം, നമ്മൾ എല്ലാവരും ഇരിക്കണം. കാരണം റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറയുന്ന വരികളാണ്. ഹബീബായ നബിയെ ഞങ്ങളെ തങ്ങളെ കൂടെ കൂട്ടണം എന്ന വരിയാണ്. ആ വരികൾ അർത്ഥം ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ തരണം എന്ന വരിയാണ്. ആ വരികളുടെ അർത്ഥം ഞങ്ങളെ മദീനയിലേക്ക് ചേർക്കണം എന്ന അർത്ഥമാണ്. ആ വരികളിൽ മദീനത്തെ മണ്ണിൽ ഞങ്ങൾക്ക് 6 അടി മണ്ണ് നൽകണമെന്ന വരിയാണ്. ഏതെങ്കിലും ഒരു രാത്രിയിൽ, റമദാന്റെ ഏതെങ്കിലും ഒരു രാത്രിയിൽ നമ്മൾ വിത്രിയത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ സ്വലാത്തു വ തസ്ലീമുൻ അലാ ഖൈരി മുർസലീൻ മുഹമ്മദിൻ ദാഇ ഇലാ സുബുലി മഹ്ദാഹു. ഒരൊറ്റ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വരി നമ്മൾ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മളെ കൊണ്ട് ഒന്ന് കടാക്ഷിച്ചാൽ നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമല്ലോ. അല്ലാഹു ബദരിയത്തിന്റെയും ബിദ്രിയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്.
അങ്ങനെ 6ാമത്തെ വയസ്സുള്ള മോനെ ഏൽപ്പിക്കുന്നു അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത്. കുറച്ചു കാലം കഴിയാണ്, 2 കൊല്ലം കഴിയുമ്പോ അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളുണ്ട്? 19 മക്കളുണ്ട്. അതിൽ അബ്ദുള്ള എന്ന മോൻ നേരത്തെ വഫാത്തായി പോയി. ഈ മക്കള് പലരുണ്ട്, പക്ഷേ ഒരു ഭാഗ്യമുള്ള ഒരു മോനുണ്ട്. അതാരാ? അബൂ താലിബ് എന്ന മോനാൻ. അബൂ താലിബ് എന്ന മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ അബൂ താലിബേ, നിങ്ങൾക്ക് ഞാനൊരു വലിയ നിധി നിങ്ങൾക്ക് നൽകുകയാണ് മോനെ. നിധി എന്നേതാ? വല്ല പണപ്പെട്ടിയാണോ? അല്ല. വല്ല പൊന്നാണോ? അല്ല. ഈ കുട്ടിയെ വിളിച്ച് മുഹമ്മദ് എന്ന മോനെ വിളിച്ചിട്ട് ആ മുഹമ്മദ് എന്ന മോന്റെ തലയില് സ്നേഹത്തോടെ കൈകൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് ഇതാ അബൂ താലിബിനെ ഏൽപ്പിക്കുകയാണ്. എന്ത്? അബൂ താലിബിനെ ഏൽപ്പിച്ചിട്ട് പറയാം. അബൂ താലിബ് ആരാണ്? അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. ഈ മോനെ നിങ്ങൾ ശരിക്ക് സംരക്ഷിക്കണേ. അബൂ താലിബിനോട് പറയാണ്, സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിങ്ങൾ സ്നേഹിക്കണേ. ആ നിധി, അതേ റസൂലാകുന്ന നിധിയുടെ കയ്യും പിടിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള രക്ഷിതാവായ അബൂ താലിബ്, കണ്ടോ, എല്ലാ രക്ഷിതാക്കളും റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ കുടുംബത്തിലുള്ളവരാണ്. ആ അബൂ താലിബ് എന്ന് പറയുന്ന രക്ഷിതാവായ മൂത്താപ്പ നേരെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് എവിടെയാ? അബൂ താലിബിന്റെ ഭാര്യയുടെ കയ്യിലാണ്. അബൂ താലിബിന്റെ വീടര പേരെന്താ? അത് ഫാത്തിമ എന്നാണ്. റസൂലുള്ളാഹിന്റെ മോള് ഫാത്തിമ വേറെ, ഇത് വേറെ ഫാത്തിമ. ഫാത്തിമ ബിൻത് അസദ്. അസദ് എന്ന് പേരുള്ള ബാപ്പാന്റെ മോളായ ഫാത്തിമ എന്ന് പറയുന്ന അബൂ താലിബിന്റെ വീടര കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാണ്, പ്രിയപ്പെട്ട വീടരെ, ഇത് നമ്മൾക്ക് വലിയൊരു നിധി കിട്ടിയതാണ്. ഈ കുട്ടിയെ നല്ല പോലെ സ്നേഹിക്കണേ മോളെ. അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല. ചെറുപ്പം മുതൽക്ക് തന്നെ മറ്റുള്ളവരെ കൂടെ കൂടി കളിക്കാറില്ല, കളി തമാശകളിൽ ഏർപ്പെടാറില്ല, എപ്പോഴും കാര്യം മാത്രം തമാശ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഈ പോറ്റുമ്മയാണിത്. റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഉമ്മാനെ പറ്റിയ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത്. മുല കൊടുത്തവര് വേറെ പലരുണ്ട്. അതാരാ? സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു അൻഹാ കുറഞ്ഞ ദിവസം മുല കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭാഗ്യമാണ്. ആർക്ക്? സുവൈബത്തുൽ അസ്ലമിയ്യ. 2-3 ദിവസം മുലപ്പാൽ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ മുലപ്പാൽ ഊട്ടിയ ഉമ്മ, അത് ചെറിയ ഭാഗ്യമാണോ? അല്ലാഹു തിരുനബി തങ്ങൾക്ക് മുലപ്പാലൂട്ടിയ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുലപ്പാല് നൽകിയ ഉമ്മയല്ലേ സുവൈബത്തുൽ അസ്ലമിയ്യ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നരകത്തിനെ തൊട്ട് രക്ഷ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സിഹറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കാതിന്റെ കേൾവി നിലനിർത്തണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെ എന്താ പേര്? അബൂ താലിബ്. അബൂ ലഹബ് അല്ല. അബൂ ലഹബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്, പക്ഷേ കൊടും കാഫിറാണ്, നരകത്തിലേക്കുള്ളതാണ്. അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പ അതാ നേരെ ഏൽപ്പിക്കുകയാണ്. എവിടെ ഏൽപ്പിക്കുന്നു? സ്വന്തം ഭാര്യന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സന്തോഷത്തോടെ ഭാര്യ സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ആ ഉമ്മയുടെ പേരെന്താ? മൂത്താപ്പയുടെ ഭാര്യയുടെ പേര് ഫാത്തിമ ബിൻത് അസദ്. ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാലും മതി. ഫാത്തിമ ബീവിയാണ്. ചിന്തിക്കണം, ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, എത്ര വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ് ആ ഉമ്മ. നല്ല സ്നേഹത്തിൽ പോറ്റി വളർത്തി. ഞാൻ ചുരുക്കി പറയണം, എനിക്ക് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാനുള്ള ടൈമായിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രവർത്തകർ എന്നോട് പറഞ്ഞത് 1 മണിക്ക് ദുആ അടക്കം നിൽക്കണം എന്നാണ്, 1 മണിക്ക് സ്റ്റോപ്പ് ആക്കണം എന്നാണ്. അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായമാണ്. കാരണം എന്താണെന്നറിയോ? നമുക്ക് അത്താഴം കഴിക്കണല്ലോ, നമുക്ക് സുബൈ നിസ്കരിക്കണല്ലോ. സുബൈന്റെ മുമ്പ് അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇത് ഒരുപാട് ദിവസങ്ങളുള്ള പരിപാടിയല്ലേ. ചുരുക്കി പറയാം, അങ്ങനെ ഈ ഉമ്മ കുറെ കാലം കഴിഞ്ഞപ്പോ വഫാത്താവാണ്. അബൂ താലിബ് വലിയ ബർക്കത്തുള്ള ഒരു രക്ഷിതാവാണ്. എത്രാമത്തെ വയസ്സിലാ ഏറ്റെടുത്തത്?
കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? റസൂലുള്ളാഹിക്ക് എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. നിങ്ങളിപ്പോഴും അവിടെ 6 നിൽക്കുകയാണല്ലേ? കൊല്ലം 2 കഴിഞ്ഞു. നിങ്ങൾക്ക് 2 കൊല്ലം പിന്നിലാണ് നിങ്ങളെ സംഗതി ഒക്കെ. അല്ലാഹു തആല, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, മൂപ്പർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. 6 കൊല്ലം കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒഫാത്തായി, ഉപ്പാപ്പ ഒഫാത്തായപ്പോഴാണ്, ഒഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പാണ് അബൂ താലിബിന്റെ കയ്യിൽ. അൽഹംദുലില്ലാ, നിങ്ങൾ 6 എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു തആല എപ്പോഴും ഈമാൻകാരി 6 ആണല്ലോ. ആ 6 ഉറപ്പിച്ച് അങ്ങനെ തന്നെ അങ്ങ് മൗത്താകാൻ, പ്രിയപ്പെട്ട കമാൽ സാഹിബിന് കമാലിയത്തോടു കൂടി മൗത്താകാൻ ഞങ്ങൾക്ക് എല്ലാവരും ആമീൻ പറയും. തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. 6 നല്ലൊരു സംഖ്യയുണ്ട്. അങ്ങനെ 8 പറഞ്ഞത്, പിന്നെ 6 പറഞ്ഞ് അത് വേറൊരാളാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. 8 പറഞ്ഞവർക്കും 6 പറഞ്ഞവർക്കും ഒന്നും പറയാത്തവർക്കും അള്ളാഹു ബറക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 6 പറഞ്ഞവരും 8 പറഞ്ഞവരും അള്ളാഹു 6 ഈമാൻ കാര്യങ്ങളിൽ ഉറച്ച്, 5 ഇസ്ലാം കാര്യം, അങ്ങനെ 5 + 6 = 11. അള്ളാഹു 11 വിശ്വാസം ഉറപ്പിച്ചിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഹിദായത്ത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എത്ര ആളാണ് ഹിദായത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ചേകനൂർ മൗലവിയും ഞങ്ങൾ ഒരുമിച്ച് കിതാബ് ഓതി പഠിച്ച. അവസാനം ചേകനൂർ മൗലവിക്ക് എന്താ കുഴപ്പമുണ്ടായത്? കാര്യങ്ങൾ ചേകനൂർ മൗലവി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റം പറഞ്ഞു, ബുഖാരി ഇമാമിനെ കുറ്റം പറഞ്ഞു. അല്ലാഹു ഞങ്ങളെ ഈമാൻ സംരക്ഷിച്ചു നിർത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം എന്താ? 6ാമത്തെ വയസ്സ് മുതൽക്ക് 8ാമത്തെ വയസ്സ് മുതൽ അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പ ഏറ്റെടുക്കുകയാണ്. നോക്കണം, എത്ര വരെ റസൂലുള്ളാഹിനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ കല്യാണത്തിന് രക്ഷിതാവായ ആൾ ആരാന്നറിയോ? അബൂ താലിബാണ്. ഒരു രക്ഷിതാവ് ഉണ്ടാകണം. ആൺകുട്ടിയുടെ കല്യാണത്തിനാണെങ്കിൽ ഒരു രക്ഷിതാവിന്റെ ഒരു മേൽനോട്ടം വേണം. പെൺകുട്ടിക്ക് പിന്നെ എന്തായാലും ഫർളായിട്ട് രക്ഷിതാവ് ഉണ്ടാകണം. സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തിനെ ഏതൊരു പെൺകുട്ടിക്കും ഒരു അന്യ പുരുഷനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ആര് വേണം? വലിയ വേണം, രക്ഷിതാവ് വേണം. ആരാ രക്ഷിതാവ്? അത് ബാപ്പയാണ്. പെൺകുട്ടിന്റെ ബാപ്പാക്കാണ് അധികാരം. എന്റെ മകളെ, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് ആ പെൺകുട്ടിന്റെ ഭർത്താവാകാൻ പോകുന്ന പുരുഷന്റെ കൈയും പിടിച്ച് പറയാൻ അധികാരം അല്ലാഹു കൊടുത്തത് ആർക്കാണ്? ആ പെൺകുട്ടിന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ ബാപ്പാക്കാണ്. ഇത് കേൾക്കാൻ നമ്മളെ പെൺകുട്ടികൾ വേണ്ടേ? വേണം. 18, 20, 22 വയസ്സുള്ള നമ്മളെ പെൺകുട്ടികൾ ഇത് കേൾക്കണം. നമ്മളെ 22, 24 വയസ്സുള്ള ആൺകുട്ടികൾ കേൾക്കണം. ഞാൻ ഉള്ള സംഗതി പറയാലോ, പല നാട്ടിലും വയത് പറയലുണ്ട്. പക്ഷെ ഇവിടെ ഈ സദസ്സിൽ 20, 25 വയസ്സുള്ള ഒരു 10, 12 ചെറുപ്പക്കാരുണ്ട് എന്നത് വലിയൊരു സന്തോഷമാണ്. അല്ലാഹു തആല ഇവിടെ പങ്കെടുത്ത ചെറുപ്പക്കാർക്ക് അല്ലാഹുവേ, നാളെ അർശിന്റെ തണല് കിട്ടുന്ന ചില ചെറുപ്പക്കാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വശാബുൻ, ചെറുപ്പക്കാരൻ, നശഅ ഫി ഇബാദത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന യുവാവിനിക്ക് അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ടീമിൽ ഞങ്ങളെ മക്കളെയൊക്കെയും ഈ ചായ നൽകിയ മക്കളെ, ഇതിന്റെ സംഘാടകരായ യുവാക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ. യുവതികളായ പെൺകുട്ടികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കണം, ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അധികാരം ആ പെൺകുട്ടിന്റെ ഉമ്മാന്റെ ആങ്ങളക്കുണ്ടോ? ഇല്ല. ആർക്കുള്ളത്? ഉമ്മാന്റെ വാപ്പാക്കുണ്ടോ? ഇല്ല. അതാണ് ഇസ്ലാമിന്റെ രക്ഷാകർതൃത്വം. അത് ബാപ്പയുടെ തലയിലാണ്. നീ ബാപ്പ മരിച്ചാലോ, ഒരു പെൺകുട്ടിന്റെ വാപ്പ മരിച്ചുപോയി, പഠിച്ചു വെക്കേണ്ട മസലയാണ്. ബാപ്പ മരിച്ചുപോയാൽ ഈ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ, കാനോത്ത് കഴിച്ചു കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ആർക്കാണെന്നറിയോ? അതിനോർക്ക് പറയാം, ആങ്ങളെയാണ്. അൽഹംദുലില്ലാഹ്. കണ്ട, ആ പറഞ്ഞ ആൾ ആരാണ്? അതൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിച്ചു വെച്ച ആളാണ്. അല്ലാഹു അയാൾക്കും ഞങ്ങൾക്ക് ഓർമ്മശക്തി ഏറ്റിത്തരണേ അല്ലാഹ്. ഓർമ്മശക്തി ഏറ്റിത്തരണേ അല്ലാഹ്. ആങ്ങളക്കാണ് അധികാരം. ആങ്ങളക്ക് സ്വന്തം ബ്രദർ അല്ലേ? ഏത് ബ്രദർ? ഉമ്മയും ബാപ്പയും ഒത്ത ബ്രദർ ഉണ്ടെങ്കിൽ അയാൾക്കാണ് സ്ഥാനം. നമ്മളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരുള്ള ആളാണ്. എന്റെ പേരും മുസ്തഫ നബിയുടെ പേരാണ്. എന്റെ ബാപ്പാന്റെ ഉമ്മ മൗത്തായിട്ട് കുറെ കാലമായി. അവർ എന്നോട് പറഞ്ഞു, എടാ
അനക്ക് പേരിട്ട നിനക്ക് പേരിട്ട ഞാനാണ്, നിന്റെ പേര് മുഹമ്മദ് മുസ്തഫയാണ്. കണ്ടോ, അള്ളാഹു ആ പേരിട്ടത് വലിയൊരു സമ്മാനല്ലേ, വലിയൊരു സന്തോഷമല്ലേ. നമ്മളെ കയ്യിലൊന്നുമില്ലെങ്കിലും അയാളെ പേര് മുസ്തഫ നബിയുടെ പേരാണ്, എന്റെ പേര് മുഹമ്മദ് മുസ്തഫയാണ്. ബുസീരി ഇമാം പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ അമലൊന്നുമില്ല, അവിടുത്തെ താഴ്മ കൊണ്ട് പറയാണ്, ഫഇന്ന ലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദിമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ ദോഷിയാണ്. ബൂസീരി ഇമാം പറയാണ്, ബുർദ ഉണ്ടാക്കിയ മഹാൻ പറയാണ്, ബുർദ കവിതയുടെ മഹാൻ പറയാണ്, പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണെന്നറിയോ? ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി, എന്റെ പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണല്ലോ, ആ പേരുള്ളവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുമല്ലോ. അല്ലാഹു നമ്മൾക്ക് നമ്മളെ നല്ല നല്ല പേരിട്ടവരായ നമ്മളെ വാപ്പമാരും നമ്മളെ ഉപ്പാപ്പമാരും നമ്മളെ ഉമ്മാമ്മമാരെയും റസൂലുള്ളാഹിന്റെ ജിവാറിൽ, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹ് സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ എനിക്ക് പറയാനുള്ളത് ആ ഉമ്മയുടെ വഫാത്താണ്. ഏതുമ്മാന്റെ വഫാത്ത്? റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹാ. അവര് അലിയാർ തങ്ങളെ പെറ്റ ഉമ്മയാണ്. അബൂ താലിബിന്റെ മോനല്ലേ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അഹ്ദവൻദുലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻകനിയെ, അബൂ താലിബിൻ തൻകനിയെ. ലാത്ത ഉസ്സ ദൈവത്തിന്റെ മുമ്പിൽ ഒരൊറ്റ വട്ടം പോലും പോകാത്ത വളരെ ചെറുപ്പത്തിൽ തന്നെ മുഅ്മിനായ മനുഷ്യനാണ് സയ്യിദുന അലി. ശൈശവകാലം തന്നിൽ ഇസ്ലാം ദീനിൽ ചേർന്ന് സത്യാനബി സമുദായത്തിനിൽ. ശൈശവകാലം തന്നിൽ ഇസ്ലാം ദീനിൽ ചേർന്ന് സത്യാനബി സമുദായത്തിനിൽ. സിയം എന്നുള്ള പേരും കിട്ടി, സിയം എന്നുള്ള പേരും കിട്ടി. ചെല്ല് ചെല്ല് റസൂലുള്ളാഹിക്ക് സലാം പറയണം. യാ നബിയേ സലാം, യാ റസൂലേ സലാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. പക്ഷെ ചെറിയൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. കുണ്ടൂർ ഉസ്താദ് അവിടെ പറഞ്ഞത് ഇപ്പം നമ്മൾ ചെല്ലിയത്, നമ്മളങ്ങനെ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ചതാണ്, നമ്മൾ ആദരവോടെ ചെല്ലിയതാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. യാ മുഹമ്മദ് നബിയെ, റസൂലുള്ളാഹിന്റെ പേരാണ്. എന്റെ വാപ്പാന്റെ പേര്, എന്റെ വാപ്പാടെ പേര് സൈദലവി. ഞാൻ വിളിക്കുക സൈദലവി അസ്സലാമു അലൈക്കും. അപ്പൊ അങ്ങനെ വിളിക്കുന്നത് കൊണ്ടൂർ ഉസ്താദിന് ഇഷ്ടമില്ല. എന്ന് യാ മുഹമ്മദ് നബിയെ, മുഹമ്മദ് എന്നുള്ള റസൂലുള്ളാഹിന്റെ പേരല്ലേ. അപ്പൊ കൊണ്ടൂർ ഉസ്താദിന് അവിടെ ഒരു കറപ്ഷൻ ഉണ്ട്, ഒരു എഡിറ്റിംഗ് ഉണ്ട്. എന്താ അറിയോ? യാ മുഹമ്മദ് നബിയെ എന്നല്ല, കൊണ്ടൂർ ഉസ്താദ് പാടി അതവിടെ വേറെ മോഡലാണ്. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്താറ്റൽ നബിയേ സലാം, മുത്താറ്റൽ നബിയേ സലാം. ഒന്ന് പാടി നോക്കാം. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്താറ്റൽ നബിയേ സലാം, മുത്താറ്റൽ നബിയേ സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയുടെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. മറക്കണ്ട മുഅ്മിനീങ്ങളെ, വേറെ ഒരു മൂത്താപ്പന്റെ അബൂ താലിബ് എന്ന മൂത്താപ്പന്റെ വേറൊരു മോനാണ് സയ്യിദുന ജഅഫർ റളിയല്ലാഹു അൻഹു. ഇന്നലെ ജഅഫർ എന്ന സഹോദരൻ സദസ്സിൽ ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇന്ന് വന്നിട്ടില്ല തോന്നുന്നു. ജഅഫർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി. അല്ലാഹു തആല അയാളെയും എന്റെ അനുജൻ ജഅഫറിനെയും നമ്മളെല്ലാരെയും, ജഅഫർ റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മോനാണ്, മൂത്താപ്പയുടെ മോനാണ്.
ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ചേർക്കണം അല്ലാഹ്. സുഹൃത്തുക്കളെ, അലിയാർ തങ്ങൾ ഈ പോറ്റുമ്മയുടെ മോനാണ്. ഏത്? ഫാത്തിമ എന്ന ബറക്കത്തുള്ള പോറ്റുമ്മാന്റെ മോനാണ്. അതാണ് ആ കറാമത്ത്, അതാണ് ആ ബറക്കത്ത്. ഖൈബറിൽ കിട്ടിയ ബറക്കത്ത് ഇപ്പൊ പറയാൻ ടൈമില്ല, നാളെയോ മറ്റന്നാളോ നമുക്ക് പറയാം. വലിയ കറാമത്തല്ലേ അല്ലാഹ് കൊടുത്തത്. ഖൈബറിൻ നാമോറഹിബ് ചീറി വന്നു, കൺമണിയെ വധിക്കുവാനായി നിന്നു. ഖൈബറിൻ നാമോറഹിബ് ചീറി വന്നു, കൺമണിയെ വധിക്കുവാനായി നിന്നു. ക്യാപ്റ്റനാം അലിയാരും ചെന്നു, കണ്ടനം ശിരസ്സും അരിഞ്ഞു. അല്ലാഹു അവരെ പറയുന്നത് കൊണ്ട് ഞങ്ങളെ നാവിന് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ്, ഹൃദയത്തിന് വലിയ ഈമാനിന്റെ വോൾട്ടേജ് കൂട്ടിത്തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ദുആർക്കാം ഇൻഷാ അല്ലാഹ്. നാളെ തുടക്കം, നാളത്തെ വിഷയം ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ പോകുന്നത് ഈ പോറ്റുമ്മയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലിയാർ തങ്ങളെ പെറ്റ ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അവരെ വഫാത്തിന്റെ വിഷയം, ആ വഫാത്ത് ഈ പോറ്റുമ്മ റസൂലുള്ളാഹിനെ പോറ്റിയിട്ട് എന്താണ് അവർക്ക് നേട്ടം കിട്ടിയത്, അത് വഫാത്തിന്റെ സമയത്ത് നമുക്ക് പറയാനുണ്ട്. ആ ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന ബീവിയുടെ വഫാത്ത് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. നാളെ വരുമ്പോ നിങ്ങളൊക്കെ കൊണ്ടുവരണം. എന്ത്, നിങ്ങളെ ബാപ്പ മൗത്തായി പോയിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് വേണ്ടി ഒരു 1100 റുപ്യ തന്നിട്ട് ദ്വാർപ്പിച്ചാൽ വളരെ ഹൈറാണ്. ഇത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ പറ്റി പറയാൻ. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ ബദരീങ്ങളെ നേതാവാണ്, മുഹദീങ്ങളെ നേതാവാണ്, ഖൈബരീങ്ങളെ നേതാവാണ്, ഹുനൈനിലെ നേതാവാണ്. ഇൻഷാ അല്ലാഹ് സമയം പോലൊക്കെ നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹ ഓതണം. അൽ ഫാത്തിഹ. അഊദു